ഭയാനകമായ മണിക്കൂർ. ഏത്? മരണത്തിൻ്റെ മണിക്കൂർ. തൻ്റെ പ്രവൃത്തികളെയും അതിൻ്റെ ദുരിതങ്ങളെയും മറ നീക്കി കാണേണ്ടി വരുന്ന അവസ്ഥ. ഒന്നുപോലും നഷ്ടപ്പെടാതെ അതെല്ലാം ഇതേ സമയത്ത് നമ്മെ അനുഗമിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കാത്തത് മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് സത്യമാണ് സ്നേഹമുള്ളവരെ. മരണസമയമാകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈ ഭൗതിക ലോകത്തിൻ്റെ മറ വിരി മാറും. ആത്മീയ ലോകം, അദൃശ്യ ലോകം തെളിഞ്ഞു വരും. അത് തെളിഞ്ഞു വരുമ്പോൾ അവിടെ നമ്മൾ എന്താ കാണുക? ആരെയാണ് കാണുക? നമ്മുടെ ജീവിതം ബന്ധപ്പെട്ട വ്യക്തികളെ, അരൂപികളെ, നിത്യമുള്ള നമ്മളെ കാണും. അപ്പോൾ ഈ അദൃശ്യ ലോകത്ത് ഇവരെന്താ കാണുന്നുള്ളത് നമ്മൾ കാണുന്നില്ല. പക്ഷെ കാണുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടെ മുഖം കാണാൻ അറിയാൻ പറ്റും. സുഖമുള്ളവരെ, ഈ വ്യക്തി ആ സമയത്ത് കണ്ട് ഞടുങ്ങുകയാണ്. ഈശോയെ കണ്ടാൽ ഞടുങ്ങുവോ? ഇല്ല. പക്ഷത്തെ അമ്മയെ കണ്ടാൽ ഞടുങ്ങുവോ? ഇല്ല. കൂട്ടിക്കൊണ്ട് പോകുന്ന മാലാഖമാരെ കണ്ടാൽ ഞടുങ്ങുവോ? ഇല്ല. പിന്നെ എന്തായി ഞടുങ്ങിയത്? പ്രതീക്ഷിക്കാത്ത സാന്നിധ്യങ്ങളാണ് അവർ കാണുന്നത്. പാപം നീങ്ങാതെ പൈശാചിക ലോകം അവകാശം വിട്ടു പോവുകയാണെന്നർത്ഥം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ പൈശാചിക മേഖലയെക്കുറിച്ച് ഈ വേദിയിൽ കുറച്ചധികമായിട്ട് ചിന്തിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഈ മേഖലയെക്കുറിച്ച് പലപ്പോഴും നമ്മളൊട്ടും കേൾക്കാറില്ല, അറിയാറില്ല. അതിൻ്റെതായ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം, രാജപാലന അനുഭവമാണ്, ശുശ്രൂഷ അനുഭവം. ഇത് ഞാൻ വളരെ ചുരുക്കമായിട്ട് മാത്രമേ പങ്കുവെച്ചിട്ടുള്ളൂ. ആ സംഭവത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ് അധികം പങ്കുവയ്ക്കാത്തത്. കുറേ വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം. ഞാനൊരു സന്യാസ ഭവനത്തിൽ ഇടയ്ക്ക് മാസധ്യാനം കൊടുക്കാനും, സിസ്റ്റേഴ്സിൻ്റെ ഭവനമാണ്, കുമ്പസാരിപ്പിക്കാനൊക്കെ വേണ്ടി പോകുമായിരുന്നൊരു വിളിക്കുമായിരുന്നു. അതൊരു വിശാലമായ കോമ്പൗണ്ടാണ്. അവിടെ കുറേ അധികം സിസ്റ്റേഴ്സ് ഉണ്ട്, മറ്റു ശുശ്രൂഷകരുണ്ട്, പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും ഒക്കെ ആയിട്ട് പല പല പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള 100-ലധികം ആൾക്കാരുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ഹൗസിൽ അവർ വിളിച്ചിട്ട് സായാഹ്നത്തിൽ ചെന്നു. 6 മണിയോ 6:30 സമയമായിരിക്കാം. ചാപ്പലിൽ ഞാൻ അവർക്ക് ടോക്ക് കൊടുക്കാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരുങ്ങിയാണ് പോയിരിക്കുന്ന, പേപ്പറെ കുറിച്ചുകൊണ്ടൊക്കെ കൊടുക്കേണ്ട ആശയങ്ങൾ. പക്ഷെ ഞാൻ വചനം വായിച്ചു, വ്യാഖ്യാനം പങ്കുവെക്കലിലേക്ക് കടന്നപ്പോൾ പറയാൻ ആരംഭിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ ആ വചനത്തിനെന്തോ വചനം ഓർമ്മിക്കുന്നില്ല, പക്ഷേ അത് പങ്കുവെക്കാൻ ആരംഭിച്ചപ്പം ആ വചനവുമായിട്ട് വളരെ നേരിയ ബന്ധമുള്ള ഒരു പരാമർശത്തിലേക്ക് ഞാൻ പോയി. അത് പൈശാചിക ആത്മാക്കളെ കുറിച്ചാണ്. പൈശാചിക അരൂപികളെ കുറിച്ച് നേരിട്ടുള്ള പരാമർശം വചനത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതിലേക്ക് സൂചന വരേണ്ടി വന്നു. ഞാനങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ അതേപ്പറ്റി അങ്ങ് പറയുകയാണ്. പൈശാചിക അരൂപികൾ എങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു, ശല്യപ്പെടുത്തുന്നു, അങ്ങനെയല്ല. ഇത് കുറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നിർത്തി. എന്നിട്ട് ഞാൻ ആ സിസ്റ്റമായിട്ട് പറഞ്ഞു, ഞാനിത് പറയാനല്ല ഇന്ന് വന്നത്, പക്ഷേ ക്ഷമിക്കണം, ഞാനിത് പക്ഷേ എന്തോ അങ്ങ് അറിയാതെ പറഞ്ഞങ്ങ് പോവുകയാണ്, നമുക്ക് വിശുദ്ധരിക്ക് വരാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ അതേപ്പറ്റി തന്നെ വീണ്ടും പറഞ്ഞു. അങ്ങനെ ആ ഒരു അരമണിക്കൂർ ഷെയറിങ് മുഴുവനും അശുദ്ധ അരുവികളെക്കുറിച്ചായിപ്പോയി. അങ്ങനെ ഞാൻ പങ്കുവെച്ചു. അപ്പോൾ ഏറ്റവും പുറകെ ഇരുന്നു കൊണ്ട് മദർ ഇങ്ങനെ ഇടയ്ക്ക് എന്നെ വളരെ ഗൗരവത്തോടെ നോക്കുന്നു, കൈ എന്തോ ഇങ്ങനെ പൊക്കുന്നു, ഇങ്ങനെയൊക്കെ എന്തോ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് തിരിയുന്നില്ല. ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ കേട്ടിരിക്കുക. ചിലപ്പോഴൊക്കെ പൈശാചിക അരുവികളെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാരൊക്കെ കേൾക്കാൻ അത്ര സന്തോഷമില്ല, പേടിയൊക്കെ തോന്നും. അപ്പോൾ കുറച്ച് അസ്വസ്ഥ അങ്ങനെ എനിക്ക് തോന്നി. പക്ഷേ അതിനപ്പുറം ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അത് കഴിഞ്ഞ് എൻ്റെ കുമ്പസാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരാൻ നേരത്ത് അത്താഴം കഴിക്കാനായിട്ടിരിക്കുകയാണ്. മദറും 1-2 സിസ്റ്റേഴ്സും ഭക്ഷണം വിളമ്പിത്തരാനൊക്കെ വേണ്ടി. അപ്പോൾ വന്നപ്പോഴേ മദർ കയറി വന്നപ്പോഴേ പറഞ്ഞു, എൻ്റെ ഞാൻ അച്ഛനെ പല പ്രാവശ്യം പുറകെ കൈകൊണ്ട് കാണിച്ച ആ വിഷയം പറയരുതേ 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 എന്ന്. ഞാൻ ചെയ്ത വിഷയം, അച്ഛനെന്ന് പറഞ്ഞ വിഷയം പിശാചിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞു, ഞാനിന്ന് പിശാചിൻ്റെ കാര്യം പറയാനല്ല വന്നത്, പക്ഷേ അതങ്ങോട്ട് അറിയാതെ അത് ഭയങ്കരമായിട്ട് എനിക്ക് നിയന്ത്രിക്കാൻ മേലാത്തത് ഞാൻ പറഞ്ഞു പോയതാ. എൻ്റെ അച്ഛൻ അത് ഭയങ്കര സിസ്റ്റർമാരെല്ലാം പേടിച്ചിരിക്കുകയാണ്, അച്ഛനറിയാവല്ലോ. ഞാൻ പറഞ്ഞു, എന്താ അറിയാവുന്നത്? അപ്പം സിസ്റ്ററിനോട് സൂചിപ്പിച്ച ഒരു സംഭവം, അതിനേതാനും ആഴ്ചകൾക്ക് മുൻപ് ആ മഠത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു ആത്മഹത്യ സംഭവിച്ചിരുന്നു. അത് വലിയ ഒരു ഷോക്കായി സ്വാഭാവികമായിട്ടും.
അതിൻ്റെ പോലീസ് അന്വേഷണം കേസും ഒക്കെ ആയിട്ട് പോലീസുകാർ വരുന്നു പോകുന്നു, അങ്ങനെ കുറേ ബുദ്ധിമുട്ട്. അങ്ങനെ മീഡിയക്കാർ വന്ന് കയറി ഇറങ്ങി ഇവരെ ഇങ്ങനെ ഹറാസ് ചെയ്യുന്ന പോലെ ഇങ്ങനെയൊക്കെ അത് വേറെ അങ്ങനെയൊക്കെ നീങ്ങുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ എന്താ ഈ വിഷയമായിട്ടെന്നെ പ്രശ്നം? ഞാനിത് പറഞ്ഞ അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛാ അതല്ല അച്ഛാ, ഈ സംഭവം ആത്മഹത്യ കഴിഞ്ഞ പിന്നെ ഞങ്ങളിലൂടെ കുറേ വല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ വെച്ചാൽ എന്നതാ? അപ്പോൾ സിസ്റ്റർമാർ എൻ്റെ ചുറ്റും ഇരുന്നോട് പറഞ്ഞു, അച്ഛാ നമ്മുടെ പുതിയ കെട്ടിടം പണിയുന്നുണ്ടല്ലോ, അപ്പുറത്തൊരു പുതിയ കെട്ടിടം പണിയുന്നത് താഴത്തെ നില ഉപയോഗിക്കുന്നുണ്ട്, അത് 2ാം നില പണിയുകയാണ്. അവിടെ പകലെല്ലാം പണിക്കാർ വന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. വാർത്ത് കഴിഞ്ഞു, പില്ലറൊക്കെ ആയിട്ട് നിൽക്കുന്നു, ബാക്കി കട്ട കെട്ടും എല്ലാം പണിതുകൊണ്ടിരിക്കുക. ഞാൻ വെച്ചാൽ അവിടെ തന്നെ അച്ഛാ അവിടെ രാത്രിയിൽ ഇങ്ങനെ പണിക്കാർ പണിയുക. അതെന്താ രാത്രി പണിയുന്നേ? അച്ഛാ പണിക്കാരല്ല അച്ഛാ, പിന്നെ ആരാ? അച്ഛാ പണിക്കാർ പണിയുന്നല്ലോ സ്വരം കേട്ടിട്ട് ഞങ്ങളിങ്ങനെ ചെന്ന് കയറി നോക്കും, അവിടെ ആരുമില്ല. പിന്നെ ഇറങ്ങിയവർ പിന്നെയും പണിക്കാർ പണിയ സ്വരം കയറി ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. അച്ഛാ ഞങ്ങളെല്ലാം പേടിച്ചിരിക്കുക, ഇത് ആരോടെ പറയുന്നത്? പേടിച്ചിരിക്കുക, വല്ലാണ്ടിരിക്കുകയാണ്. 2ാമത്തെ കാര്യം പറയാം, ഞങ്ങളുടെ കറവക്കാരൻ ഇവിടെ താമസിക്കാൻ പറ്റിയാരെന്ന് പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം അങ്ങേര് ഇട്ടിട്ട് പോയി. പക്ഷെ അങ്ങനെ കറക്കാൻ വരുന്നുണ്ട്. അപ്പം ഇങ്ങേര് പറഞ്ഞു, ഈ ആത്മഹത്യ കഴിഞ്ഞാൽ പിന്നെ ഈ ഇവിടെ താമസിക്കത്തില്ല, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ, രാത്രി എന്തൊക്കെയോ പേടിപ്പിക്കുന്ന അനുഭവങ്ങളാണ്, അതുകൊണ്ട് ഞാനിവിടെ കിടക്കുകയില്ല എന്ന് പറഞ്ഞ് അങ്ങേര് ഇവിടുന്ന് രാത്രിയാകുമ്പം അത്താഴം കഴിഞ്ഞിട്ട് പോകും. അത് ഞങ്ങൾക്കൊരു വിഷമമായി. അങ്ങേര് പോയിച്ച് വരുന്നുണ്ട്, കുഴപ്പമില്ല, പണി നടക്കുന്നത്. പക്ഷേ അങ്ങേര് എന്തൊക്കെയോ ഇങ്ങനെ അസ്വസ്ഥ പറയുന്നു അച്ഛാ. അങ്ങനെ അച്ഛാ അതിനേക്കാളൊക്കെ അപ്പുറം വീണ്ടും ഒരു പറയുക, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെല്ലാം ചാപ്പലിലായിരിക്കുമ്പം ചാപ്പലിൻ്റെ വാതിൽക്കൽ ഒരു പട്ടി, ഒരു വലുപ്പമുള്ള കറുത്ത പട്ടി ഇങ്ങനെ വായും തുറന്ന് കതച്ച് ഇങ്ങനെ വാതൊക്കെ വന്നിട്ട് അകത്തോട്ട് കയറുകയാണ്. സിസ്റ്റർമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ച സിസ്റ്റർമാർ ഈ പട്ടിയെ ഓടിച്ചു വിട്ടു. പക്ഷെ പട്ടി ഇച്ചിരി മാറുന്നല്ല, പോകുന്നില്ല. ഇത് പിന്നെ ആവർത്തിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു 100 പേര് ആ കോമ്പൗണ്ടിലുണ്ട്, ചെറുപ്പക്കാരുണ്ട്. സിസ്റ്റർമാർ അവരെ വിളിപ്പിച്ചു. അവർ 8-10 പേര് ഓടി വന്നു. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു, ഇതിനെ ഓടിക്കാൻ പറഞ്ഞു, പട്ടിയെ എങ്ങോട്ട് തന്ന പട്ടിയെ ഓടിക്കാൻ പറഞ്ഞു. ആ സന്ധ്യാസമയം സിസ്റ്റർമാർ പറഞ്ഞേൽപ്പിച്ചല്ലേ, അവർ സന്തോഷമായിട്ട് ചെറുപ്പക്കാർ അവർ ആഘോഷമായിട്ട് പട്ടിയെ ഓടിക്കാൻ തുടങ്ങി. പട്ടിയെ എറിഞ്ഞും പെറുക്കി ഓടിച്ചും ബഹളം വെച്ചെല്ലാം പറമ്പിൽ കൂടെ ഓടിക്കുക. അങ്ങനെ ഓടിച്ച് സിസ്റ്റർമാർ പറയാം, അച്ഛാ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഇവന്മാർ വന്ന് പറയുക, എൻ്റെ ടീച്ചറെ അത് പോകുന്നില്ല, ഞങ്ങളെ കൊണ്ട് പറ്റിയല്ല. എന്നിട്ട് സിസ്റ്റർമാരോട് പറയാം, എൻ്റെ അച്ഛാ ഈ ചെറുപ്പക്കാർ ഇവന്മാർക്കൊന്ന് പെർമിഷൻ കിട്ടാൻ മതി എറിയാനും തള്ളാനും പട്ടിയെ ഓടിക്കാനും. ഇവന്മാർ ഇത്രയും പേര് നോക്കിയിട്ട് അരമണിക്കൂർ ഈ പട്ടി കോമ്പൗണ്ടിൽ കൂടെ ഓടുന്നില്ല, പോകുന്നില്ല അച്ഛാ എന്ന് അവർ വന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും മിണ്ടിയില്ല. അച്ഛാ ഇതാണ് സിറ്റുവേഷൻ. ഇവിടെ ഞങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ പേടിച്ചിരിക്കുക. അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഇന്ന് വന്നിട്ട് പിശാചിൻ്റെ കാര്യം ഇങ്ങോട്ട് പറയുക. ഞങ്ങൾക്ക് ആകപ്പാടെ വല്ലാത്ത കലക്കമായ അച്ഛാ, ഇനി എന്നെ കാണിക്കുന്നത്, ഞാൻ രാത്രി അങ്ങനെ കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ കരുതേശന്മാർ. ഞാൻ പറഞ്ഞ തമ്പുരാൻ അറിഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ടത് പറയിപ്പിച്ചതാണ്. അത് പേടിച്ച് വിഷമിക്കാൻ വേണ്ടിയല്ല, നമുക്ക് കിട്ടേണ്ട വിടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് എന്നാ ചെയ്യുന്നത് ആരോടും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കപ്പളോനച്ഛനോട് ഈ കാര്യം പറയണം. എന്നിട്ട് അച്ഛൻ്റെ ഒരു അനുവാദവും വാങ്ങിക്കുക. ഞാൻ നിങ്ങളത് പ്രാർത്ഥിച്ചൊരുങ്ങണം. എന്നിട്ട് ഞാൻ ഒരുങ്ങി വന്നിട്ട് നമുക്ക് ഈ ഹൗസ് മുഴുവനും ഒന്ന് വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കാം. അച്ഛാ അതുകൊണ്ട് മാറും. ഇവർ സിസ്റ്റേഴ്സാണ്, നന്നായിട്ട് ജീവിക്കുന്ന സമൂഹം, അവിടെയുള്ള ആൾക്കാരെ കൊടുത്ത് ചേർന്ന് പോകുന്നവരാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഒരു ആത്മഹത്യ സംഭവിച്ചു ആ കോമ്പൗണ്ടിൽ. അതിൻ്റെ ബാക്കിയാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ കുമ്പസാരിച്ചല്ല, ബാക്കിയുള്ളവരും കൂടെ ഈ ദിവസങ്ങൾ കുമ്പസാരിക്കണം. നിങ്ങൾ കപ്പളോച്ചനെ വിളിച്ച് കുമ്പസാരിപ്പിക്കാമല്ലോ, ഞാൻ പറഞ്ഞേ വരാം. അങ്ങനെ ഏതാനും ദിവസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് നല്ലപോലെ ഒരുങ്ങിയിട്ട് ഞങ്ങളൊരു ദിവസം തീരുമാനിച്ചു. അന്ന് ഞാൻ അടുത്ത് ചെന്നു. എന്നിട്ട് വിശാലമായ കോമ്പൗണ്ടാണ്, ഒത്തിരി പല പ്രസ്ഥാനങ്ങളെല്ലാം അവിടെയുണ്ട്. ഞാനത് മുഴുവനും അവരുടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന് വിശുദ്ധേറെ നടിച്ച് വിശുദ്ധീകരിച്ച് വെഞ്ചരിച്ചു. അതോടെ പ്രശ്നം മാറി, ശാന്തത വന്നു. ഞാനിത് വളരെ ചുരുക്കമായിട്ട് മാത്രമേ പങ്കുവെച്ചിട്ടുള്ള സംഭവം. ഞാനിത് പിന്നെ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇരുന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഒരുങ്ങിയപ്പം ശക്തമായിട്ട് ഈ ഒരു ചിത്രം തമ്പുരാൻ്റെ ഉള്ളിൽ തരികയായിരുന്നു. ഇത് പങ്കുവെക്കണം. നമ്മൾ ഈ ഒരു മഠത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് മഠമാണ്. പക്ഷേ ആ കോമ്പൗണ്ടിൽ ആത്മഹത്യ സംഭവിച്ചു. ആത്മഹത്യ നമുക്കറിയാം തിന്മയുടെ ഒരു വലിയ വിജയമാണ്.
ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം നശിച്ചു പോയി എന്ന് സഭ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ആത്മഹത്യ, സ്വയം കൊല്ലുന്നത് കൊലപാതകവും 5 പ്രമാണ ലംഘനമാണ്. സ്വയം കൊല്ലുന്നത് അത് ഭീകരമായ ഒരു പൈശാചിക പ്രമാണ ലംഘനമാണ്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്തവരെ പണ്ടൊക്കെ സഭ ശുശ്രൂഷ കൊടുത്ത് സെമിത്തേരിലൊന്നും നടക്കാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് സഭ എടുക്കുന്ന നിലപാട്, നമുക്ക് ഒരാളെ വിധിക്കാൻ നമുക്ക് പറ്റത്തില്ല. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും അതിൻ്റെ പ്രേരകമായി വന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആ നിമിഷങ്ങളിൽ മരണത്തിന് മുമ്പുള്ള സമയത്ത് അനുദപിച്ചതും നമുക്കറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് നമുക്കവരെ വിധിച്ച് സഭയുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആത്മീയ സഹായങ്ങൾ ഒരിക്കലും നിഷേധിക്കരുത്. ആഘോഷമായിട്ടുള്ളത് കൊടുക്കുകയല്ലായിരിക്കും, പക്ഷേ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കുക സഭയുടെ നിലപാട് അങ്ങനെയാണ്. അവിടെ ആത്മഹത്യ ആണെങ്കിൽ പോലും ഒരിക്കലും സഭ ആ ഒരു വ്യക്തി നശിച്ചു പോയ ഒരു ആത്മാവായിട്ട് കരുതുന്നില്ല. എങ്കിലും ഒരു ആത്മഹത്യയുടെ സംഭവം നടക്കുമ്പോൾ സൂചിപ്പിച്ച പോലെ തിന്മയുടെ വിജയമാണ്. തിന്മ അവിടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മയ്ക്ക് പിടുത്തം ഉണ്ടായിരുന്നു, അത് ഉറപ്പാണ്. കാരണം നമുക്കറിയാം, സ്വയം കൊല്ലാനുള്ള പ്രേരണ മനുഷ്യന് മാത്രമാണുള്ളത്. ദൈവം സൃഷ്ടിച്ച മറ്റൊരു ജീവിയും സ്വയം കൊല്ലാനായിട്ട് ഒരുമ്പിടുകയല്ല. ജീവരക്ഷാർത്ഥം പലായനം ചെയ്യും, പൊരുതും, അവസാനം വരെ പൊരുതും. സകല ജീവിക്കും ജീവൻ വിലപ്പെട്ടതാണ്. മനുഷ്യൻ മാത്രമാണ് സ്വയം കൊല്ലാനുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നതും ആത്മഹത്യ സംഭവിക്കുന്നതും. അത് അവർ തന്നെ, ഒരു വ്യക്തി തന്നെ തീരുമാനിക്കുന്നത് ആകാം. സ്വതന്ത്ര മനസ്സുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പുറകിൽ ചിലപ്പോൾ നല്ല പലപ്പോഴും പൈശാചികമായ സ്വരവും പ്രേരണയും ഉണ്ട് താനും. കാരണം പിശാചിനെക്കുറിച്ച് വചനം പറഞ്ഞ് നമുക്കറിയാം. യോഹന്നാൻ 8:44 അവൻ ആദ്യം മുതലേ കൊലപാതകിയാണ്. നമ്മുടെ ഈ വേദിയെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. പിശാചിന് എവിടെയൊക്കെ അവസരം കിട്ടുന്നോ അവൻ അവിടെ മരണമുണ്ടാക്കാൻ നോക്കും. നിവൃത്തി ഉണ്ടെങ്കിൽ ആ അവന് അവസരം കിട്ടുന്ന വ്യക്തിയുടെ ലൈഫിൽ, കുടുംബത്തിലെ സാഹചര്യത്തിൽ മരണങ്ങളുണ്ടാവും. അത് രോഗം വഴിയാകാം, ആത്മഹത്യയാകാം, അല്ല അപകടമാകാം. എങ്ങനെയെങ്കിലും ബൈബിളിലെ സംഭവം നമുക്ക് സുപരിചിതമാണല്ലോ. ജോബിൻ്റെ കുടുംബത്തിൽ സാത്താന് അവസരം ദൈവം കൊടുത്തതാണ്. പക്ഷെ അതുവഴിയായിട്ട് ആ കുടുംബത്തിൽ സംഭവിക്കുന്ന 10 മക്കൾ കൊല്ലപ്പെട്ടു, ജോലിക്കാർ ഭക്തരെല്ലാം വാളിനിരയായി. അങ്ങനെ രണ്ടാമത് ദൈവം അവസരം, അനുവാദം സാത്താന് കൊടുക്കുമ്പം അവർ ദേഹത്ത് തൊട്ടോ എന്ന് പറഞ്ഞ് അനുവാദം കൊടുക്കുമ്പോൾ പോലും തമ്പുരാൻ നിർബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞു, അവൻ്റെ ജീവൻ പോയേക്കരുത്, ജീവൻ എടുത്തേക്കരുത്. തമ്പുരാൻ അങ്ങനെ കട്ടായം പറയാൻ കാരണം തമ്പുരാൻ അറിയാം സാത്താൻ അവസരം കിട്ടി അവൻ കൊല്ലും, ജീവൻ എടുക്കും. കാരണം കൊലപാതകം അവൻ്റെ പരിപാടിയാണ്, കൊന്നെടുക്കുക, നശിപ്പിക്കുക. കള്ളം വരുന്ന കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അത് പറഞ്ഞ് ജോബിൻ്റെ കാര്യത്തിൽ കട്ടായം പറഞ്ഞു അവന് ജീവനെ തൊട്ടേക്കരുത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം സാത്താന് ജോബിനെ കൊല്ലാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ജോബിനെ കൊന്നേനെ. നമുക്കറിയാം യൂദാസ്കറിയാത്തയിൽ സാത്താൻ കയറി ആത്മഹത്യ ചെയ്ത് അവസാനിച്ചു. ലഗിയോൻ പന്നിക്കോട്ടത്തിലെ സാത്താൻ കയറി എല്ലാം വെള്ളത്തിൽ വീണ് ചാകുന്ന അവസ്ഥ. അങ്ങനെ സാത്താന് പിശാചുക്കൾക്ക് എവിടെ അവസരം കിട്ടുന്നോ അവിടെ അവരിങ്ങനെ നശിപ്പിക്കുക, കൊല്ലുക, അത് അവസ്ഥ വരും. അപ്പോൾ ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള നിരാശയും വിഷമോ സങ്കടമോ ഒക്കെ ആയിട്ട് ഞെരുങ്ങുമ്പോൾ സാമ്പത്തിക തകർച്ച, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ കാര്യങ്ങൾ സ്നേഹമായിട്ട് പോകുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളും അവസ്ഥയും ഉണ്ടാകുമ്പം ആ വ്യക്തിയുടെ ഉള്ളിൽ സാത്താൻ വളരെ പെട്ടെന്ന് ഇട്ടുകൊടുക്ക ചിന്തയാണ് പോയി ചാകുക. ഒരുപക്ഷെ എന്നെ കേട്ടിരിക്കും നിങ്ങളിൽ ഈ ഒരു ചിന്ത ഏതെങ്കിലും ഞെരുക്കത്തെ അതിൻ്റെ അവസരത്തിൽ കേട്ടിട്ടില്ലാത്തൊരു ചുരുക്കമായിരിക്കും. ഉള്ളിൽ തോന്നിയിട്ടില്ലാത്തവർ അങ്ങ് ചത്താലോ, എല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ, എല്ലാം അങ്ങ് തീർത്താലോ. അതിൻ്റെ ഒരു പ്രേരണ വരുന്നത് അവരൊരു പാഠം പഠിപ്പിക്കാം, അവരനുഭവിക്കട്ടെ, അവർ തൂങ്ങട്ടെ, ഇങ്ങനെ കുറിച്ച് വെച്ചിട്ട് അങ്ങ് ചത്ത് കളയാം. അല്ലെങ്കിൽ പിള്ളേരെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അങ്ങോട്ട് ചാടിക്കളയാം. നമ്മൾ കാണുന്നില്ലേ, പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ, പിള്ളേരെ കൂടെ കൂട്ടി വിഷം കൊടുക്കുന്നു, കെണ്ടി ചാടുന്നു, ട്രെയിനിന് പിന്നെ പോയി നിൽക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. ആ പ്രേരണ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ അല്ല, ഒരു സംശയം വേണ്ട. പരിശുദ്ധാത്മാവ് ഒരിക്കലും അങ്ങനെ പ്രേരണ കൊടുക്കുകയല്ല. ഒരു ജീവിയും ഒരിക്കലും സ്വയം നശിക്കാൻ ചിന്തിക്കുകയല്ല. അതിൻ്റെ പുറകിൽ പിശാചിൻ്റെ ശക്തമായ ഇടപെടലുണ്ട്. അപ്പോൾ ഒരു ആത്മഹത്യ പോലെ സംഭവം ഒരു വീട്ടിൽ, ഒരു പറമ്പിൽ സംഭവിക്കുമ്പോൾ അവിടെ പൈശാചികമായ സാന്നിധ്യങ്ങൾ നല്ലതുപോലെ വിജയിച്ച നിമിഷങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. വിജയിച്ചു, ആത്മഹത്യ സംഭവിച്ചെങ്കിൽ പോലും ആ വ്യക്തി മരണത്തിന് തൊട്ടുമ്പോൾ നിമിഷം ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ വിളി തമ്പുരാൻ അത് കേട്ടിട്ടുണ്ട്, തമ്പുരാൻ മക്കളെ പോയിട്ടുമുണ്ട്, നശിച്ചിട്ടില്ല. അത് ശരിയാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സാത്താൻ്റെ വിജയമുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ ആ സ്ഥലത്ത്, ആ വീട്ടിൽ
ആ പരിസരത്ത് പൈശാചികമായ സാന്നിധ്യങ്ങളൊക്കെ ഒരു അവകാശം കിട്ടുന്നുണ്ട്. ബന്ധപ്പെട്ട വ്യക്തികളുടെ ജീവിതങ്ങളൊരു അവകാശം കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ അവഗണിക്കരുത്. ഇത് നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കണം. അപ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, ബന്ധപ്പെട്ട വ്യക്തികളുടെ ഉള്ളിൽ സാത്താൻ ഭയമായിട്ടും കലക്കമായിട്ടും ദുർമാതൃകയായിട്ടും ഈ ചിന്ത വെച്ചുകൊണ്ട് പിന്നെയും പ്രവർത്തിക്കാൻ നോക്കും. രണ്ട്, ആ സ്ഥലം, വീട്, പറമ്പ്, അവിടെ തിന്മയ്ക്കൊരു അവകാശം കിട്ടിയിട്ടുണ്ട്. ആ അവകാശം വിനിയോഗിച്ചുകൊണ്ട് അവൻ അവിടെ കൂടുതൽ കയറി വരും. പൈശാചിക അരിവുകൾ അവിടെ കൂടുതൽ പെരുമാറാൻ തുടങ്ങും. നമ്മളിവിടെ ധ്യാനത്തിൽ 5 പ്രധാനപ്പെട്ട മേഖലകൾ നമ്മുടെ ജീവിതങ്ങളെ വിശദീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ 5-ാമത്തായിട്ട് നമ്മൾ കാണാറുള്ളത് സ്ഥലത്തിൻ്റെ, വീടിൻ്റെ, പറമ്പിൻ്റെയൊക്കെ വിശദീകരണമാണ്. പിശാചിന് അവകാശം കിട്ടിയ പറമ്പുകൾ, വീടുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, ഇങ്ങനെയുള്ളത് ഉണ്ട്. തിരുശേഷിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നവർ തന്നെ ദുർശേഷിപ്പിനെ കുറിച്ചും ചിന്തിക്കണം. നമ്മൾ വചനത്തിലൂടെയൊക്കെ വ്യക്തമായിട്ട് ധ്യാനത്തിൽ കാണുന്നതാണ്. പഴയ നിയമത്തിൽ എലീശ പ്രവാചകൻ്റെ അസ്ഥി കടന്നെടുത്ത് ഒരു മൃതശരീരം അടക്കാനായിട്ട് കൊണ്ടുവന്നപ്പം അസ്ഥിയെ സ്പർശിച്ചപ്പോൾ മൃതശരീരം ജീവൻ പ്രാപിച്ച് എണീറ്റ സംഭവമാണ് തിരുശേഷിപ്പിനെ കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പുരാതനമായ സംഭവമായിട്ട് പങ്കുവെക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ 20-24 വാക്യങ്ങൾ നമുക്കറിയാം. അപ്പം അതിന് മറുവശത്ത് എലീശായുടെ അസ്ഥി, എലീശായിലുള്ള പരിശുദ്ധാത്മാ സാന്നിധ്യം ഇപ്പോഴും അസ്ഥിയിൽ നിന്നിട്ട് പ്രവർത്തിക്കുന്നു. ആ അസ്ഥിയിൽ നിന്നിട്ട് പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എലീശയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ അസ്ഥിയിലൂടെ ആ ശക്തിയാണ് പ്രവഹിക്കുന്നത്. അതുകൊണ്ട് ആ മൃതശരീരം പോലും ജീവൻ പ്രാപിച്ചുവെന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ മറുവശം ചിന്തിക്കുകയാണ്, യൂദാസ് കറിയാത്ത ആത്മഹത്യ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം അഴിഞ്ഞ് ആ അസ്ഥി ചിതറിക്കിടക്കുന്ന ആ ഒരു പറമ്പ്, മരത്തിൻ്റെ ചുവട്, ആ അസ്ഥികളിൽ ആരെങ്കിലും തൊട്ടാൽ അവിടെ എന്തെങ്കിലും പവറുണ്ടോ? അപ്പോൾ യൂദാസിനുണ്ടായിരുന്ന പവർ ഈ അസ്ഥികളിൽ ഇല്ല എന്ന് നമുക്ക് ആർക്കും സിമ്പിൾ ലോജിക്കിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു പവറുണ്ട്. അത് യൂദാസിലുണ്ടാകുന്ന സാത്താനിക സാന്നിധ്യത്തിൻ്റെ പവറാണ്. അപ്പോൾ അങ്ങനെയുള്ള അസ്ഥി, തിന്മയുടെ സാന്നിധ്യ സ്വാധീനമുള്ളത് ഒരു ദുർശേഷിപ്പ് ആയിട്ട് നമ്മൾ അതിനെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദുർശേഷിപ്പായിട്ട്. അപ്പം അങ്ങനെയുള്ള തിരുശേഷിപ്പുകൾ ചിന്തിക്കുമ്പോൾ തിരുശേഷിപ്പുകളെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന 3 ഗ്രേഡുണ്ട് നമുക്കറിയാം. എ ഗ്രേഡ് ഈ വ്യക്തിയുടെ ചരിത്രത്തിൽ നേരിട്ടുള്ള ശേഷിപ്പാണ്. ബി ഗ്രേഡ് ആ വ്യക്തി ഇടപെടുകയും പെരുമാറുകയും ചെയ്ത വീട്, പറമ്പ്, ഉപയോഗിച്ച വസ്തുക്കൾ, അതെല്ലാമാണ്. സി ഗ്രേഡ് ഈ എ ഗ്രേഡ് ബി ഗ്രേഡുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സമ്പർക്കപ്പെട്ട ഏതൊരു വസ്തുവും സി ഗ്രേഡ് തിരുശേഷിപ്പാണ്. ഇങ്ങനെ സഭ പഠിപ്പിക്കുന്നുണ്ട്, നമുക്കറിയാം. അത് നമ്മുടെ നിരന്തര അനുഭവമാണ്. അത് ചിന്തിക്കുമ്പോൾ നമ്മൾ ദുർശേഷിപ്പുകളുടെ മേഖലയിലും ഈ എ ഗ്രേഡ് മാത്രമല്ല ബി ഗ്രേഡ് സി ഗ്രേഡ് ചിന്തിക്കണം. എന്തിനാ ചിന്തിക്കുന്നത്? നമ്മുടെയൊക്കെ പറമ്പുകൾ, വീടുകൾ, ജോലി ചെയ്യുന്ന ഓഫീസുകൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങൾ, വീട്ടിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മ സാന്നിധ്യ ശക്തി അവിടെ പതിഞ്ഞിട്ടുണ്ടോ? അതോ തിന്മയുടെ സാന്നിധ്യ ശക്തി പതിഞ്ഞ അവസ്ഥകൾ നമ്മളായിട്ടോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മരിച്ചവർ വ്യക്തികളായിട്ടോ പൂർവികരായിട്ടോ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. തിന്മയ്ക്ക് അവകാശം കിട്ടിയെടുത്ത് തിന്മയുടെ അരുവികൾ കടന്ന് കയറും. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പഴുതന്വേഷിച്ച് ചുറ്റി നടക്കുന്നു, സിംഹം അലറുന്ന പോലെ ചുറ്റി അലറിക്കൊണ്ട് സാത്താൻ എന്ന് പത്രോസപ്പോസ്തലൻ പറയുകയാണ്. പത്രോസപ്പോസ്തലൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഈശോയുടെ കൂടെ ജീവിച്ചിരുന്ന നാളുകളിൽ പോലും നമുക്കറിയാം, കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പിതാവിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ ഉള്ളിലെടുത്ത് അത് വെച്ച് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ ക്രിസ്തുവാണ് എന്ന് ഈശോയോട് പറഞ്ഞ്, ഈശോ ഏറ്റുപറഞ്ഞ്, ഈശോ ഒരുപക്ഷെ പത്രോസ് കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. മത്തായി 16 വായിക്കുന്നുണ്ടല്ലോ. സന്തോഷത്തോടെ യോനോദർശമേനെ, നീ ഭാഗ്യവാൻ, ഇത് മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തിയത്. ഈ പാറമേൽ പള്ളി ഞാൻ പണിയും, നീയാണ് താക്കോൽ വഹിക്കേണ്ട ആള്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഈശോ ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ച് 1-ാമത്തെ മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിച്ച പത്രോസ് പോലും പിന്നെ വാ പൊളിക്കുന്നത് സാത്താൻ്റെ വാക്കുകൾ പറയാനായിട്ടാണ്.
സാത്താൻ്റെ വാക്കാണ് ഈശോ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയുന്ന പത്രോസ് പോലും അറിഞ്ഞില്ല. ഈശോയുടെ വായിൽ നിന്ന് സാത്താൻ എന്നുള്ള വിളി വന്നപ്പോഴാണ് പത്രോസ് ഞടുങ്ങി അറിയുന്നത്. നമ്മളെ ഇങ്ങനെ സാത്താൻ എന്ന് വിളിക്കാൻ തമ്പുരാൻ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ കേട്ടേനെ, നമ്മൾ എത്ര പ്രാവശ്യത്തെ കേൾക്കേണ്ടി വന്നതിനെ കേട്ട് തിരുത്തിയേനെ. നമ്മളിത് കേൾക്കുന്നുമില്ല, തിരുത്താനിട വരുന്നുമില്ല. പത്രോസിൽ പോലും സാത്താൻ ഇതുപോലെ പ്രവർത്തിച്ചെങ്കിൽ നമ്മൾക്ക് ഇത് എന്തുമാത്രം പ്രവർത്തിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് കുറച്ച് പേർക്ക് ചിലപ്പം ആവർത്തന വിരസത പോലെ തോന്നാം. പക്ഷെ ഓരോ കുടുംബത്തിലെയും വ്യക്തികളുടെ ലൈഫിലേക്ക് അനുഭവങ്ങൾ കാണുമ്പം ഇതേക്കുറിച്ച് പറയാതിരിക്കാൻ സ്നേഹമുള്ളവരെ പറ്റത്തില്ലാത്തതുകൊണ്ട് ഉള്ളു നൊന്നിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പങ്കുവെക്കുന്ന ഒന്നിന് സംഭവങ്ങൾ. ഒരു സംഭവം, ഒരു സിസ്റ്റർ മരണാസന്നയായിട്ട് കിടക്കുന്നു. ഒരു സിസ്റ്റർ മരണാസന്നയായിട്ട് കിടക്കുമ്പോൾ ആ സിസ്റ്ററിൻ്റെ അടുക്കൽ ബാക്കി സിസ്റ്റർമാരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ചുറ്റും നീക്കുകയാണ്. ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 601 നമ്പർ നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഒരിക്കൽ ഞങ്ങളുടെ ഒരു സഹോദരി മരണഗ്രസ്തമായ രോഗിയായതിനാൽ ഞങ്ങളെല്ലാവരും സഹോദരിയുടെ അടുത്തുണ്ടായിരുന്നു. സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മരണാസന്നയായിരിക്കുന്നു. അപ്പം സിസ്റ്റേഴ്സ് എല്ലാം പരമാവധി ആൾക്കാർ മുറി വന്ന് പരിചരിച്ചും പ്രാർത്ഥിച്ചും ഒപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഫൗസ്റ്റീന അവിടെയുണ്ട്. ഫൗസ്റ്റീനയ്ക്ക് നല്ല ദർശനപരമുണ്ട്. അപ്പോൾ ഫൗസ്റ്റീന എഴുതുകയാണ്, വൈദികൻ സഹോദരിക്ക് അന്ത്യകൂദാശകൾ നൽകി. അപ്പോൾ അന്ധകാരത്തിൻ്റെ കുറേ അരൂപികളെ ഞാൻ അവിടെ കണ്ടു. അന്ധകാരത്തിൻ്റെ കുറേ അരൂപികൾ ഞാൻ അവിടെ കണ്ടു. ഞാൻ എല്ലാവരോടും ഒപ്പമാണെന്ന ചിന്ത മറന്ന് വേഗം ഹന്നാൻ വെള്ളമെടുത്ത് അവിടെ മേൽ തളിച്ചു. ഉടനെ തന്നെ അവ അപ്രത്യക്ഷമായി. പിന്നെ ഭക്ഷണശാലയിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഒരു വൈദികൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ രോഗിയുടെ മേൽ ഹന്നാൻ വെള്ളം തളിക്കരുതായിരുന്നെന്നും അത് ആ വൈദികൻ്റെ കടമയാണെന്നും മദർ സുപ്പീരിയർ ബോർജിയ അഭിപ്രായപ്പെട്ടു. ആ അനുശാസനം ഞാൻ പ്രായശ്ചിത്ത അരുവി സ്വീകരിച്ചു. ചെറിയ വഴക്ക് കേട്ടു. ഫൗസ്റ്റീന അച്ഛൻ ഇങ്ങനെ അന്ത്യദിവസം കൊടുത്തുകൊണ്ട് നിൽക്കുമ്പം ഫൗസ്റ്റീന കാറാപ്പെടുത്തിട്ട് ഹോളി വാട്ടർ തെളിച്ചു അവിടെ. അതൊരു വിവേകമില്ലായ്മയാണ് എന്ന് മദർ പിന്നെ പറഞ്ഞപ്പം ഫൗസ്റ്റീന അത് സോറി പറഞ്ഞു സ്വീകരിച്ചു. പക്ഷെ ഫൗസ്റ്റീന ഇത് പങ്കുവെക്കുന്നത് അടുത്ത വാക്യം പറയാണ്, മരണാസന്നർക്ക് ഹന്നാൻ വെള്ളം തീർച്ചയായും വലിയൊരു ആശ്വാസമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഒരു മഠത്തിൽ ഒരു സിസ്റ്റർ മരണാസന്നയായി കിടക്കുന്നു. ബാക്കി സിസ്റ്റർമാരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്നു. വൈദികൻ അന്ത്യകൂദാശ കൊടുത്തുകൊണ്ട് ശുശ്രൂഷ പരികർമ്മം ചെയ്യുന്നു. അവിടെ പൈശാചിക അരൂപികളുടെ സാന്നിധ്യം, അവിടെ പൈശാചിക അരൂപികളുടെ സാന്നിധ്യം ഫൗസ്റ്റീനയ്ക്ക് ദർശനപരമുള്ളത് കൊണ്ട് കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫൗസ്റ്റീന പങ്കുവെക്കുന്ന മറ്റനുഭവം 1565 നമ്പറാണ്. അവിടെ ഇങ്ങനെ ഫൗസ്റ്റീന എഴുതുകയാണ്, ഒരു നിമിഷ നേരത്തേക്ക് ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാപിയെ രക്ഷിക്കാൻ എന്നെ സഹായിക്കുക. ഞാൻ നിന്നെ പഠിപ്പിച്ച കരുണയുടെ ജപമാല ആ വ്യക്തിക്ക് വേണ്ടി ചൊല്ലുക. ഞാൻ ആ ജപമാല ചൊല്ലാൻ ആരംഭിച്ചപ്പോൾ ഒരു ദർശനം കേട്ടു. ഫൗസ്റ്റീന വളരെയധികം പീഡനങ്ങളുമായി മല്ലടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ദർശനത്തിൽ കാണുകയാണ്. അവന് കാവൽമാലാഖ അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കണക്കില്ലാത്ത വിധത്തിലുള്ള ആത്മീയ ദുരിതങ്ങളുടെ നടുവിൽ അയാൾ നിസ്സഹായനായി കാണപ്പെട്ടു. അനേകായിരം പിശാചുക്കൾ അവന് വേണ്ടി കാത്തിരിക്കുന്നു. ഫൗസ്റ്റീന കാണുന്ന കാര്യം പങ്കുവച്ചിരിക്കുകയാണ്. ഫൗസ്റ്റീന പങ്കുവെക്കുന്ന ഈ അനുഭവങ്ങളെ കണ്ടിട്ടും കേട്ടിട്ടും വായിച്ചിട്ടും നെറ്റിയൊളിക്കാൻ നമുക്ക് അവകാശമില്ല. നെറ്റിയൊളിച്ചാൽ അവസാനം നമ്മൾ വല്ലാണ്ട് നെറ്റിയൊളിയേണ്ടി വരും. അങ്ങ് മരിച്ച് ചെല്ലുമ്പം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഗൗരവത്തിൽ എടുക്കണം. അപ്പോൾ ഫൗസ്റ്റീന കാണുകയാണ്, മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയുടെ കട്ട് ചുറ്റും ഫൗസ്റ്റീന മരിക്കുന്ന അനേകായിരം പിശാചുക്കൾ ഇങ്ങനെ ഈ വ്യക്തിക്ക് വേണ്ടി അവകാശം പറഞ്ഞ് കാത്തു നിൽക്കുന്നു. ഇവിടെ ഈശോ തന്നെ ഫൗസ്റ്റീനെ വിളിച്ച് പറയുകയാണ്, ഒരാൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചേ, നീ എന്നെ സഹായിച്ചേ, നീ എന്നെ സഹായിച്ചേ. കണ്ടോ, ഈശോയ്ക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. അത് ചോദിക്കാൻ പറ്റിയ എത്ര പേരുണ്ട് ഈശോയ്ക്ക് ഇന്ന്? അന്ന് ഈശോയ്ക്ക് ഫൗസ്റ്റീന ഉണ്ടായിരുന്നു, ഇന്ന് ഉണ്ടാവും ഫൗസ്റ്റീനമാർ. എത്ര പേരുണ്ടാവും?
ഈശോയ്ക്ക് ഇങ്ങനെ ഏതെങ്കിലും വ്യക്തി നാരകീയ അവസ്ഥയിൽ നീങ്ങുന്ന കാണുമ്പം നമ്മുടെ ഉള്ളിൽ തോണ്ടി വിളിച്ചിട്ട് നമ്മളെ വിളിച്ചിട്ട് മോളെ മോനെ വന്നേ പ്രാർത്ഥിച്ച് പൈശാചിക ആക്രമണത്തിൽ നമ്മുടെ ഒരു മകന് മകൾ ഇതാ തീരുന്നു, വിഷമിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റിയ, ചുമതല ഏൽപ്പിക്കാൻ പറ്റിയ, ചേർന്ന് നിർത്താൻ പറ്റിയ എത്ര ഭവിഷ്ഠീയന്മാർ നമുക്ക് ആ ഒരു തലത്തേക്ക് നമുക്ക് ചില ബോധ്യം വെച്ച് കയറി വരേണ്ടതായിട്ടില്ലേ, നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഈശോ ഭവിഷ്ഠീയനെ ഇങ്ങനെ വിളിച്ചു ആവശ്യപ്പെട്ടു, എന്നിട്ട് കാണിച്ചു കൊടുത്തു. ദൂരെയുള്ള ഏതോ ഒരു മുറിയിൽ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്നു. അപ്പോൾ സംഭവം എന്താണ്? മാലാഖ ഇവിടെയുണ്ട്, അടുത്തുണ്ട്, പക്ഷേ അനേകായിരം പിശാചുക്കൾ ഈ മനുഷ്യന് വേണ്ടി അവകാശം നിൽക്കുകയാണ്, കാത്തിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ കരുണക്കൊന്ന് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പടത്തിൽ കാണുന്ന പോലെ തന്നെ, കരുണ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ഈശോയെ കണ്ടു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ രോഗിയായ മനുഷ്യനെ പൊതിയുകയും ഉടനെ അന്ധകാര ശക്തിയോട് ഭയപ്പെട്ട് ഓടിപ്പോവുകയും ചെയ്തു. കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഭവിഷ്ഠീന കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ മാറ്റമുണ്ടായി. നമ്മൾ കരുണക്കൊന്ത ഏത് പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ അതിന് ഫലപ്രാപ്തി എന്ന് പറയുന്നത് പ്രാർത്ഥന ഏതാണ് ചൊല്ലിയത് എന്നതിനെ മാത്രം ആശ്രയിച്ചല്ല, ആരാണ് പ്രാർത്ഥന ചൊല്ലുന്നത് എന്നതിനെയും കൂടി ആശ്രയിച്ചാണല്ലോ. ദൈവശാസ്ത്രത്തിൽ പറയുന്ന ഒരു തത്വമുണ്ട്, എക്സ് ഓപ്പരെ ഓപ്പരാത്തി, എക്സ് ഓപ്പരെ ഓപ്പരാന്തി എന്ന് വെച്ചാൽ, എക്സ് ഓപ്പരെ ഓപ്പരാത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ആര് ചെയ്താലും അതിൽ തന്നെ ഫലമുണ്ട്. കുർബാന അർപ്പിക്കുന്നു, ഏതച്ഛൻ എങ്ങനെ കുർബാന ഇല്ലാലും കുർബാനയ്ക്ക് അതിൻ്റെ ഒരു വിലയുണ്ട്. അച്ഛൻ കുമ്പസാരിപ്പിക്കുന്നു, ഏതച്ഛനായിക്കോട്ടെ, കുമ്പസാരിപ്പിക്കാൻ അനുവാദമുണ്ട്, അച്ഛനാണ്. അച്ഛൻ്റെ വ്യക്തിപരമായ വിശുദ്ധിയോ യോഗ്യതകളോ ഒന്നും വേറെ നോക്കണ്ട, ആ കുമ്പസാരത്തിൽ അച്ഛൻ ആശ്വാസം നൽകും. അത് അതിൽ തന്നെ ഒരു ഫലമുണ്ട്, എക്സ് ഓപ്പരെ ഓപ്പരാത്തി, ആ പ്രവൃത്തിക്ക് അതിൽ തന്നെ ഒരു ഫലസിദ്ധിയുണ്ട് എന്ന് കുർബാന അർപ്പിക്കുന്നു. അച്ഛന് ഇപ്പം വലിയ പ്രാർത്ഥന വിശുദ്ധിയൊന്നും അല്ലെങ്കിൽ പോലും കുർബാനയാണ്. നാമത്തിൻ്റെ ശക്തി, ഈശോയുടെ കൽപ്പന, സഭയുടെ അധികാരം എല്ലാം വെച്ച് അതിന് പ്രവൃത്തിയുണ്ട്, അർത്ഥമുണ്ട്. അതേസമയം അതിനെ മനോഹരമായിട്ട് ഫലസമർത്ഥമാക്കുന്നതാണ് അടുത്ത ഫ്രേസ് പറയുന്നത്, എക്സ് ഓപ്പരെ ഓപ്പരാന്തി. അത് ചെയ്യുന്ന വ്യക്തിയുടെ പുണ്യം, ക്വാളിറ്റി, യോഗ്യത, അത് പുറപ്പെടുവിക്കുന്ന ഫലമുണ്ട്. എക്സ് ഓപ്പരെ ഓപ്പരാന്തി ചെയ്യുന്ന ആളിൻ്റെ വിശ്വാസം, വിശുദ്ധി, തീഷ്ണത, സ്നേഹം, അതനുസരിച്ച് ഫലപ്രാപ്തി കൂടുതലാണ്. കൊട്ട കൊണ്ട് വെള്ളം കോരി ഒഴിച്ചാൽ വെള്ളം ഇപ്പുറത്തോട്ട് വീഴും. ഓട്ടക്കൊട്ടയാണെങ്കിൽ കുറച്ചേ വെള്ളം കിട്ടുള്ളൂ. എന്നാൽ ഓട്ടക്കൊട്ടയാണെങ്കിൽ പോലും വെള്ളത്തിലിട്ട് തപ്പിക്കോരി ഇങ്ങോട്ട് തട്ടിക്കൊണ്ടിരുന്നാൽ കുറച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കും. കാരണം വെള്ളത്തിൽ മുക്കിയിട്ട് ഇപ്പുറത്തേക്ക് ഒഴിക്കുന്നു, ആ ഒരു പ്രവൃത്തിക്ക് അതിൽ തന്നെ കുറച്ച് വെള്ളം ഇപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റും, എത്ര ഓട്ടക്കൊട്ടയാണേലും. അതേസമയം നല്ല ചോർച്ചയില്ലാത്ത പാത്രം കൊണ്ടാണ് കോരി ഒഴിക്കുന്നതെങ്കിൽ ഓരോ കോരലിലും നിറയെ വെള്ളം ഇപ്പുറത്ത് വരും. മനസ്സിലായോ? അപ്പം എന്ന് പറഞ്ഞ പോലെ അത് ദൈവശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം നമ്മൾ ആത്മീയകാര്യം ചെയ്യുമ്പോൾ, അപ്പം ഭവിഷ്ഠീയനയുടെ ജീവിതം ഒട്ടും ഓട്ടയില്ലാത്ത പാത്രമാണ്. അതുകൊണ്ട് ഭവിഷ്ഠീയന കരുണക്കൊന്തയുടെ ഓരോ പ്രാർത്ഥന ഉരുവിടുമ്പോഴും നിറയെ കോരി ഇപ്പുറത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന എന്തുമാത്രം ഫലപ്രാപ്തി ഉള്ളതാണെന്നുള്ളത് നിർണ്ണയിക്കപ്പെടുന്നതിൻ്റെ പുറകിൽ നമ്മുടെ വ്യക്തിപരമായ ക്വാളിറ്റി വളരെ നിർണായകമാണ്, നമ്മൾ അറിയണം. അപ്പം അത് 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ വിശുദ്ധിയില്ലായ്മ ചോർച്ചയാണ്. 2, വിശ്വാസം, ദൈവത്തിൽ ചെയ്യുന്ന കാര്യത്തിലുള്ള വിശ്വാസം. 3, സ്നേഹം, ദൈവത്തോടും ഈ വ്യക്തിയോടുള്ള സ്നേഹം. ഇതൊന്ന് സ്നേഹത്തോടെയാണ്, ദൈവസ്നേഹത്തെ പ്രതി തമ്പുരാൻ്റെ നൊമ്പരം കണ്ടിട്ട്, ഈ വ്യക്തിയുടെ നാശം, ദൗർഭാഗ്യ അവസ്ഥ കണ്ട് നൊന്തിട്ട് സ്നേഹം. അപ്പം വിശ്വാസവും വിശുദ്ധിയും സ്നേഹവും പ്രധാനപ്പെട്ട 3 മേഖലകളാണ്. ആ മേഖല നമ്മൾ എന്തുമാത്രം തെളിഞ്ഞ് കയറി വരുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ സുഹൃദൈവത്തിനും പ്രാർത്ഥനയ്ക്ക് പോലും വലിയ ഫലമുണ്ട്. ഇത് 3 ഇല്ലാത്ത അവസ്ഥയിൽ ചെല്ലുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ ഓട്ടക്കൊട്ട കൊണ്ട് കോരുന്ന പോലെയാണ്, കുറച്ച് വെള്ളം തെറിച്ച് വീഴുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ കോരേണ്ടി വരും, കൂടുതൽ ചൊല്ലേണ്ടി വരും. അപ്പോൾ ഭവിഷ്ഠീയന കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഭവിഷ്യനായിക്ക് ദർശനം കാണുകയാണ് കരുണയുടെ ഈശോയുടെ ചിത്രം. ആ രശ്മികൾ ഇങ്ങനെ സജീവമായിട്ട് ചുവന്ന കതിരുകളും വെളുത്ത കതിരുകളും ഇങ്ങനെ പ്രവഹിക്കുന്നു ഈ വ്യക്തിയിൽ, ഈ മനുഷ്യനിലേക്ക്. രോഗിയ മനുഷ്യനെ പൊതിഞ്ഞു.
ഉടനെ അന്ധകാര ശക്തികൾ ഭയപ്പെട്ടു ഓടിപ്പോയി. അന്ധകാര ശക്തികളുടെയൊക്കെ ഈ മനുഷ്യൻ്റെ മേലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ പാപങ്ങളാണ്. ഈശോയുടെ ബലിയുടെ യോഗ്യതകളിലേക്ക് ഫൗസ്റ്റീൻ ആ പാപങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് കരുണക്കൊന്തയിലെ പ്രാർത്ഥന, പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും, ഇവിടെ ഈ മനുഷ്യനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ നിത്യപിതാവേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകല പാപങ്ങൾക്കും പരിഹാരമായി അങ്ങയുടെ വത്സര സ്വതനും ഞങ്ങളുടെ രക്ഷകർത്താവുമായി. അപ്പോൾ അവിടെ ആ മനുഷ്യനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ പാപങ്ങളെല്ലാം ഈശ്വരിക്ക് പോയി കഴിഞ്ഞപ്പോൾ പാപത്തെ അവകാശം പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന പൈശാചിക അരുവികൾ അനേകായിരങ്ങൾ വിട്ടുപോവുകയാണ്. ആ രോഗിയായ മനുഷ്യൻ സമാധാനത്തോടെ അന്ധവിശ്വാസം ഭരിക്കുകയും ചെയ്തു. എനിക്ക് പരിസരബോധമുണ്ടായപ്പോൾ മരണാസന കരുണയുടെ ജൈവമല എത്ര വളരെ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവകോപത്തെ ശമിപ്പിക്കുന്നു. ദൈവകോപത്തെ ശമിപ്പിക്കുന്നു പറയുമ്പോൾ ദൈവം കോപിച്ച് നമ്മൾ ശിക്ഷിക്കുന്നല്ല, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ട് സാത്താൻ അവകാശം കൊടുത്ത് സാത്താൻ കയറി ഉപദ്രവിക്കുന്ന അവസ്ഥ ഇല്ലെന്നാക്കി കളയുന്നു എന്നാണ്. അപ്പോൾ ഇത് മരണത്തിൻ്റെ വേറൊരു രംഗം. സുഖമുള്ളവരെ, ഇത് ഭവിഷ്യനെ കണ്ട ഒരു സിസ്റ്ററിൻ്റെ മരണാസന്ന ആയ അവസ്ഥ, ഇവിടെ ആശുപത്രി ഏതോ വെച്ച് മരിക്കുന്ന അവസ്ഥ, ഈ 2 സംഭവങ്ങളും മാത്രം സംഭവിച്ചൊരു കാര്യമല്ല ഇത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നാട്ടിലെ കുടുംബങ്ങളിലെ ഓരോ മരണസമയത്തും ഇതുപോലെയുള്ള ഒരു ആത്മീയ അനുഭവം അതിൻ്റെ പശ്ചാത്തലമായിട്ട് അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭവിഷ്യനെ പങ്കുവെക്കുന്ന മറ്റൊരു അനുഭവം 425 നമ്പറാണ്. വലിയ പീഡകളുടെ മധ്യത്തിൽ ശരീരത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട ഒരാത്മാവിനെ ഞാൻ കണ്ടു. മരിച്ചു പോയോ അത് മരണത്തിൻ്റെ അനുഭവമാണെന്നുള്ള കൃത്യമല്ല. അപ്പം വലിയ പീഡകളുടെ മധ്യത്തിൽ ഈശോയെ ഞാനിത് എഴുതുമ്പോൾ അവനെതിരായി സാക്ഷ്യം വഹിക്കുന്ന ഭയാനകമായ കാര്യങ്ങളുടെ ദർശനത്താൽ ഞാൻ വിറച്ചു പോകുന്നു. ഇത് എഴുതുമ്പം നാളുകൾക്ക് ശേഷമായി എഴുതുമ്പോൾ തന്നെ ഭവിഷ്യനെ പറയുകയാണ്, കൈ വിറച്ചു പോവുകയാണ് കണ്ട കാര്യം ഓർമ്മിക്കുമ്പോൾ. എന്താ കണ്ടത്? വിശദാംശങ്ങൾ പറയുകയാണ്. 2-3 കാര്യങ്ങൾ. കുഞ്ഞു കുട്ടികളുടെയും ഏകദേശം 9 വയസ്സുള്ള മുതിർന്ന കുട്ടികളുടെയും ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ഒരുതരം ചെളിക്കുണ്ടിൽ നിന്ന് ഉയർന്നു വരുന്ന പോലെ കാണപ്പെട്ടു. ആ ആത്മാക്കൾ ഏറ്റവും ഭീകര സത്വങ്ങൾ പോലെയും അഴുകിയ മൃതശരീരങ്ങൾ പോലെയും മലിനവും വെറുപ്പുളവാക്കുന്നതുമായിരുന്നു. എന്നാൽ ആ മൃതശരീരങ്ങൾ ജീവനുള്ളവയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി ഭയവും അറപ്പും ഉളവാക്കുന്ന കാര്യങ്ങളാണ് വാക്കുകളിലൂടെ ഭവിഷ്യനെ പങ്കുവച്ചിരിക്കുന്നത്. ഭവിഷ്യനെ പറഞ്ഞ് എനിക്ക് കൈ വിറച്ചു പോവുകയാണ്. ഇതൊന്നും ചുമ്മാ കെട്ടുകഥകളല്ല, സിനിമാ കഥകളല്ല, കാട്ടുകഥ അല്ലെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം ജീവനുള്ള കൊച്ചു കുട്ടികൾ, മുതിർന്ന കുട്ടികൾ, 9 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ, അവർ പക്ഷേ വല്ലാത്ത ചെളിക്കുണ്ടിലാണ്. അവരിങ്ങനെ ചെളിക്കകത്ത് പൊങ്ങി വന്നിട്ട് അത് ഭീകരസത്വങ്ങൾ പോലെ അഴുകിയ മൃതശരീരം പോലെ കാണപ്പെട്ടു. ഇവരെന്താ ചെയ്യുന്നത്? അവ മരണാസന്നനായ ആത്മാവിനെതിരെ ഉറക്ക സാക്ഷ്യം നൽകിക്കൊണ്ടിരുന്നു. അപ്പം ആള് മരിച്ചിട്ടില്ല, പക്ഷെ ആത്മാവായിട്ട് വേറെപ്പെട്ട പോലെയുള്ള അവസ്ഥയാണ്. അദ്ദേഹം പറഞ്ഞ മരിച്ചതിലും തീർച്ചയില്ല, പക്ഷെ സാക്ഷ്യം നൽകിക്കൊണ്ടിരുന്നു. ലോകത്തിൻ്റെ ബഹുമതികളും പുകഴ്ത്തലുകളും ലഭിച്ച ഒരു ആത്മാവിൻ്റെ മരണാവസ്ഥയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ലോകത്തിൻ്റെ ബഹുമതികളും പുകഴ്ത്തലുകളും ലഭിച്ച ഒരു വ്യക്തിയായി മരിക്കാൻ കിടക്കുന്നത്. സമൂഹത്തിൽ ചിലപ്പോൾ സഭയിൽ ഒരു വൈദികനായിരിക്കാം, സിസ്റ്ററായിരിക്കാം, അല്ല വലിയ കാര്യങ്ങൾ ചെയ്യുന്നയാളായിരിക്കാം, രാഷ്ട്രീയ നേതാവായിരിക്കാം, ഒത്തിരി പേര് സ്നേഹിച്ച് ബഹുമാനിച്ച് പൊക്കിപ്പിടിച്ച് കൊണ്ട ആളായിരിക്കാം. അങ്ങനെയൊക്കെ സമൂഹത്തിൽ നല്ല ഒന്നാം തരം മിടുക്കിയായിട്ട് നടന്ന വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിയുടെ മരണസമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ദൈവം ഭവിഷ്യനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചുറ്റും നിൽക്കുന്ന വേറെ ആൾക്കാരൊന്നും കാണുന്നില്ല. ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും, അവരുടെ സിസ്റ്ററിൻ്റെ മുറിയിലെ ആൾക്കാർ സ്ഥലമായി നിൽക്കുന്ന പോലെ. അപ്പോൾ ഭവിഷ്യൻ ഇതാ കാണുന്നത്, വളരെ അറയ്ക്കുന്ന പേടിപ്പിക്കുന്ന കാര്യങ്ങൾ. ലോകത്തിൻ്റെ ബഹുമതികളും പുകഴ്ത്തലും ലഭിച്ച ഒരു ആത്മാവിൻ്റെ മരണാവസ്ഥ ഞാൻ കണ്ടത്. അതിൻ്റെ അവസാനം ശൂന്യതയും പാപവുമായിരുന്നു. അവസാനം തൻ്റെ വസ്ത്രത്തിനുള്ളിൽ കണ്ണുനീര് പോലെ എന്തോ പിടിച്ചുകൊണ്ടൊരു സ്ത്രീ കടന്നു വന്നു. അവൾ അവരെതിരായി വളരെ ശക്തമായി സാക്ഷ്യപ്പെടുത്തി. ഒരു സ്ത്രീ വന്നിട്ട് കണ്ണീര് പോലെ എന്തോ പിടിച്ചുകൊണ്ട്, അപ്പം ആത്മീയമായ ദർശനങ്ങളാണ് ഭവിഷ്യനെ ഇങ്ങനെ വാക്കുകൾ പങ്കുവച്ചിരിക്കുകയാണ്.
എന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഈ മനുഷ്യൻ ബാഹ്യമായിട്ട് സമൂഹത്തിൽ നല്ല മിടുക്കനായിട്ടും പല സമർത്ഥനായിട്ടും ചിലപ്പോൾ നല്ല ആളായിട്ടും ചിലപ്പോൾ ശുശ്രൂഷ ചെയ്തും ഒക്കെ ജീവിച്ച ആളാണ്, പ്രാർത്ഥനയും കാര്യം എല്ലാം ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ പക്കൽ എന്തൊക്കെയോ അഴുക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി വഴിയായിട്ട് കുഞ്ഞുങ്ങൾ പാപത്തിലേക്ക് തിന്മയിലേക്കൊക്കെ പോയിരിക്കുന്നു. അങ്ങനെ പാപത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ചെളിക്കുണ്ടിൽ ആണ്ട് കിടക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുന്നവരോളം മരിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. മുതിർന്ന കുട്ടികൾ 9 വയസ്സിന് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു സ്ത്രീ, സംഭവങ്ങളൊന്നും ഇവിടെ പറയുന്നില്ലെങ്കിലും നമുക്ക് ആ സ്ത്രീ കണ്ണീര് പോലെ എന്തോ തൻ്റെ വസ്ത്രത്തിനുള്ളിൽ പിടിച്ചുകൊണ്ട് അവനെതിരെ ശക്തമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ആ സ്ത്രീക്കും ഈ മനുഷ്യൻ വഴി എന്തോ വല്ലാത്ത തിന്മയുടെ അനുഭവം, ജീവൻ തകർന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മനുഷ്യനെതിരെയുള്ള സാക്ഷ്യങ്ങളായിട്ട് കാണപ്പെടുകയാണ്. അപ്പം ഇങ്ങനൊരു ദർശന ഭവിഷ്യനെ പങ്കുവച്ചിരിക്കുകയാണ്. വീണ്ടും 426 ഖണ്ഡിക ഭവിഷ്യ തുടരുകയാണ്. ഭയാനകമായ മണിക്കൂർ. ഏത്? മരണത്തിൻ്റെ മണിക്കൂർ. തൻ്റെ പ്രവൃത്തികളെയും അതിൻ്റെ ദുരിതങ്ങളെയും മറ നീക്കി കാണേണ്ടി വരുന്ന അവസ്ഥ. ഒന്നുപോലും നഷ്ടപ്പെടാതെ അതെല്ലാം ഇതേ സമയത്ത് നമ്മെ അനുഗമിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കാത്തത് മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഭവിഷ്യനെ പറയുകയാണ്, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം മറ നീക്കി പുറത്തു വരുന്ന നിമിഷമാണ് മരണത്തിൻ്റെ സമയം. നമ്മുടെ ലഘുപുസ്തക പരമ്പര നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറേ പേര് ഇങ്ങനെ വായിച്ചിട്ടുണ്ടാവും. അതിനകത്തൊരു 10-12 പുസ്തകങ്ങൾ ഞാൻ മരണസമയ പോരാട്ടത്തെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാ പുസ്തകങ്ങളിലും എൻ്റെ ശുശ്രൂഷ, ജപാന്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ട ചില മരണ സംഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നത്. അത് 2 സംഭവങ്ങൾ ഭീകരമായ മരണ സംഭവങ്ങളാണ്. ഇത് സത്യമാണ് സ്നേഹമുള്ളവരെ. മരണസമയമാകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈ ഭൗതിക ലോകത്തിൻ്റെ മറ വിരി മാറും. ആത്മീയ ലോകം, അദൃശ്യ ലോകം തെളിഞ്ഞു വരും. അത് തെളിഞ്ഞു വരുമ്പോൾ അവിടെ നമ്മൾ എന്താ കാണുക? ആരെയാണ് കാണുക? നമ്മുടെ ജീവിതം ബന്ധപ്പെട്ട വ്യക്തികളെ, അരൂപികളെ, നിത്യമുള്ള നമ്മൾ കാണും. ഞാനിവിടെ ധ്യാനത്തിൽ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മൾ ഒരു CPM പ്രവർത്തകനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ, ഒരു ആഘോഷമാകട്ടെ, കല്യാണം, അല്ലെ ഒരു അപകടമാകട്ടെ, ദുരന്തം എന്തുണ്ടായാലും ആ വീട്ടിലേക്ക് സഹായിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഓടിക്കൂടുന്നത് ഏത് പാർട്ടിക്കാരായിരിക്കും? BJPക്കാർ, അതോ കോൺഗ്രസ്സുകാരോ? CPMക്കാർ അവിടെ വരും. കാരണം അവരുടെ പാർട്ടി പ്രവർത്തകനാണ്. BJPക്കാരൻ പ്രവർത്തകൻ്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷമുണ്ടായാൽ അവിടെ ഓടിക്കൂടുന്നത് BJPക്കാരായിരിക്കും. അത് പാർട്ടിയുടെ ബന്ധമാണ്, സഹപ്രവർത്തകരാണ്. നമ്മൾ ദൈവത്തോടും ദൈവത്തിൻ്റെ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഐക്യപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ പ്രധാനപ്പെട്ട അവസരങ്ങളിലെല്ലാം അവിടെ സാന്നിധ്യം ഉണ്ടാവും. നമ്മൾ തിന്മയിലും പാപത്തിലും ഒഴുകി വൈശാചിക പ്രേരണയ്ക്ക് ചെവി കൊടുത്തിട്ട് സാത്താനെ നേരെ പേര് പറഞ്ഞ് വിളിക്കണമെന്നൊന്നുമില്ല. യൂദാസ് സാത്താൻ വന്ന് കയറി പേര് പറഞ്ഞ് വിളിച്ചതൊന്നുമല്ല യൂദാസ് സാത്താനെ. സാത്താൻ്റെ സ്വരം ഉള്ളിൽ കിട്ടുന്നത് തിരിച്ചറിഞ്ഞ് തിരുത്തിയില്ല, തള്ളിക്കളഞ്ഞില്ല, അനുസരിച്ചു അങ്ങനെ പോയി. അപ്പോൾ സാത്താൻ അവിടെ നേരെ പ്രവേശനം കിട്ടുകയാണ്. അവിടെ പാപകരമായ വഴികളിലൂടെ പിന്നെയും നമ്മൾ ഇറങ്ങി മുന്നോട്ട് നീങ്ങുമ്പം നമ്മൾ പരമതാനി വിരിച്ചു കൊടുക്കുന്നത് പാപത്തിൻ്റെ അരൂപിയായ പൈശാചിക സാന്നിധ്യങ്ങൾ തന്നെയാണ് കടന്നു വരും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മരണസമയം, ഒരു വ്യക്തി ജീവൻ തീരാൻ പോകുന്നു, മരണസമയം. ആ സമയത്ത് നിർണായകമായ സമയമാണ്. അപ്പോൾ ആരാ അങ്ങോട്ട് വരിക? നമ്മൾ ആരോട് ഇടപെട്ട് ജീവിക്കുന്നു അവർ വന്ന് കയറും. അങ്ങനെയുള്ളവരെ കാണും. മരണസമയത്ത് അവശത, ശാരീരികമായ ഏത് രോഗാവസ്ഥയിലാണ് തളർന്ന് കിടക്കുന്നെങ്കിൽ പോലും മരണസമയമാകുമ്പോൾ കണ്ണ് തുറന്ന് നോക്കിയിട്ട് നല്ല പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ, ആവേശത്തോടെ തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിരിക്കുന്ന ഈശോയെ പറ്റി പറയുന്നത്, പറഞ്ഞു മരിക്കുന്ന ഒരു മാതാവ്, യൗസേപ്പിതാവ് വന്നിരിക്കുന്നു, അല്ല ഇച്ചാച്ചൻ വന്നിരിക്കുന്നു എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ, മാലാഖമാരുണ്ട്, ഇതേ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിയുടെ സ്നേഹത്തോടെ മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്ന് മരിക്കുന്ന എത്ര സംഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടും കേട്ടറിയാം. മറുവശമില്ലേ, മരണസമയം ആകുമ്പോഴേക്കും കണ്ടത് നോക്കിയിട്ട് പേടിച്ചു, വിറങ്കലിച്ചു, വല്ലാണ്ടായിട്ട്
ചുറ്റും നിൽക്കുന്നവർക്ക് അടുത്ത് ചെയ്ത് തോണ്ടി പിടിച്ചിട്ട് എന്നെ ആരെയാ നോക്കുന്നത്? എന്നെയാണോ? ഭർത്താവ്, ഭാര്യ, അല്ലെങ്കിൽ മക്കൾ അടുത്ത് നിന്ന് ഇത് എന്നെ നോക്കിക്കുക, എന്നെ ആരെയാ നോക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കണ്ണു തുറച്ച് നോക്കുന്നത് ഈ വ്യക്തിയാന്ന് തോന്നും. പക്ഷേ ഈ വ്യക്തിക്ക് അപ്പുറത്തേക്ക് അദൃശ്യലോകം കാണുകയാണ്. എന്താണ്? തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന തിന്മയുടെ അരൂപികളെ കാണുകയാണ്. സഹമുള്ളവർ, നമ്മുടെ എല്ലാവരുടെ ജീവിതം തൊട്ടു മുമ്പിൽ ഈ ഒരു നിമിഷം ഉണ്ട്. മരണത്തിൻ്റെ കവാടം കടക്കാതെ നമ്മളെല്ലാവരും അപ്പം ആ സമയത്ത് നമ്മുടെ ലൈഫിൽ പാപത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ഏർപ്പെട്ടിട്ട് അത് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ച് ഈശോയുടെ തിരുത്തി കഴുകി നീക്കിയിട്ടില്ല എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അരൂപികൾ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, നശിച്ചവർ, ഇതെല്ലാം നമുക്കെതിരെ സാക്ഷ്യത്തിനായിട്ട് വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈശോ പലപ്പോഴും പറയാറില്ലേ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ഈ ആൾക്കാർ അത് തന്നെ പറയാണ്, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. ഒരു വ്യക്തി, ഞാൻ പുസ്തകം പങ്കുവച്ചിരിക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തി ഇങ്ങനെ ക്യാൻസർ വന്ന് മരണാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ആ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി കുടുംബാംഗങ്ങൾ എന്നെ പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ചെന്ന് പ്രവാസം സംസാരിക്കാൻ നോക്കി, പ്രാർത്ഥിച്ചൊരുക്കാൻ നോക്കി, മരണത്തെ പറ്റി ചോദ്യം കൊടുത്ത് നോക്കി. പക്ഷേ അത് കേൾക്കാൻ തയ്യാറേ അല്ല. പക്ഷേ എന്നെ കാണുന്ന തന്നെ വെറുപ്പായി ആ വ്യക്തിക്ക്. ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നയാളാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി പറയുന്നത്, ഞാൻ മരിക്കുകയല്ല, ഈ അസുഖം മാറും, ഈശോ എന്നെ സൗഖ്യപ്പെടുത്തും. ഞാൻ പ്രാർത്ഥിക്കുക, ഈശോ സൗഖ്യപ്പെടുത്തും. ഞാൻ പറയും, സൗഖ്യപ്പെടുത്തട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, മരുന്നുണ്ടല്ലോ, സൗഖ്യം ഉണ്ടാവട്ടെ. ഡോക്ടർമാർ പറയാണ്, ബന്ധപ്പെട്ടവരോടെല്ലാം പറഞ്ഞു, ഒരു തരത്തിലും മരുന്നിന് വഴങ്ങുന്ന രോഗത്തിൻ്റെ അവസ്ഥയല്ല, വളരെ അഗ്രസീവായുള്ളൊരു ക്യാൻസർ അസുഖമാണിത്, മാസങ്ങൾക്കുള്ളിൽ ആൾ തീരും. ഒരു ഉറപ്പ് പറയുകയാണ്. അത് വെച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ എന്നെ വിളിച്ചിട്ട് ഈ വ്യക്തിയിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത്. ഒന്ന് ഒരുക്ക് അവർക്കെല്ലാം സങ്കടം, പക്ഷെ ഒരുക്കിക്കുക നിത്യത കേൾക്കാൻ തയ്യാറല്ല. ഏതാനും പ്രാവശ്യമായി കഴിഞ്ഞ പിന്നെ ഞാൻ മുറിച്ചെന്ന് കയറുമ്പം കണ്ണ് പടച്ച് കിടക്കും, തുറക്ക് പോലൊരു മിണ്ട് പോലും ഇല്ല. മരണത്തിൻ്റെ സമയത്ത് ഞാൻ ആശുപത്രി അവരെ വിളിച്ചിട്ട് ചെന്നു. ഞാൻ പുസ്തകം പങ്കുവെച്ച കാര്യം പെട്ടെന്ന് പറയാൻ വായിക്കാത്തവരുണ്ടാവും. ആശുപത്രി കയറി ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറ്റില കിടന്ന് ഏക്കുന്നു, വീഴുന്നു, പിന്നെ ഏക്കുന്നു, പരവേശപ്പെട്ട് ഇങ്ങനെ എല്ലാവരും അടുപ്പുള്ളവരൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ വീശി കൊടുക്കുന്നു, തൂത്ത് കൊടുക്കുന്നു. ഇങ്ങനെ മരണ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചെന്നപ്പോഴേ ആൾക്കാർക്കെല്ലാം ആശ്വാസമായി. അവരെന്നെ അകത്തൊരു കണ്ണരികിൽ ചേർത്ത് നിർത്തി. അപ്പോൾ അവർ വ്യക്തി പിടിച്ച് പറയുന്നത്, അച്ഛൻ വന്ന് നോക്കി, അച്ഛൻ പ്രാർത്ഥിക്കും, അച്ഛനെ നോക്കിക്കേ എന്ന് പറഞ്ഞ് ഒന്ന് എന്നെ നോക്കി അപ്പോഴേ കണ്ണു മാറ്റി. കാരണം ഞാൻ പറഞ്ഞു കൊടുത്തത് മുഴുവനും മരണത്തിന് ഒരുങ്ങണമെന്നും കൂടിയാണ്. അത് കേൾക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അപ്പോഴേ കണ്ണു മാറ്റി നോക്കുകയല്ല. ആൾക്കാർക്ക് വളരെ വിഷമായിപ്പോയി. ഞാനപ്പം നേരം പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ മാറിപ്പോയൊരു മൂലയ്ക്ക് കസേര ഇട്ടിരുന്ന കുറച്ച് പേരെ കൊണ്ട് കരണക്കൊന്ന എല്ലാം തുടങ്ങി. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ കണ്ണ് തുറന്ന് കാണുന്ന ഞാൻ കാണുകയാണ്. എന്താ കാണുന്നതെന്നുള്ളത് നമ്മൾ കാണണമെന്നില്ല, കാണുന്ന ആളിൻ്റെ മുഖം കാണുമ്പോൾ അറിയാൻ കാണുന്നുള്ളത്. സിനിമാക്കാരൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്കല്ലേ, ഒരു പ്രത്യേക രംഗം വന്നിട്ട് ആ സംഭവം എന്നത് കാണിക്കാതെ കാഴ്ചക്കാരുടെ റിയാക്ഷൻ കാണിച്ചങ്ങ് അവസാനിപ്പിക്കും. അപ്പോൾ ആ സംഭവം കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഭവം അല്ല, അഭംഗിയായ സംഭവം, അത് കാണിക്കാതെ കാര്യം അവതരിപ്പിക്കാൻ പറ്റും. കാണികളുടെ റിയാക്ഷൻ കാണിച്ചാൽ മതി. അപ്പോൾ ഈ അദൃശ്യ ലോകത്ത് ഇവരെന്താ കാണുന്നുള്ളത് നമ്മൾ കാണുന്നില്ല. പക്ഷെ കാണുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടെ മുഖം കാണാൻ അറിയാൻ പറ്റും. സുഖമുള്ളവരെ, ഈ വ്യക്തി ആ സമയത്ത് കണ്ട് ഞടുങ്ങുകയാണ്. ഈശോയെ കണ്ടാൽ ഞടുങ്ങുവോ? ഇല്ല. പക്ഷത്തെ അമ്മയെ കണ്ടാൽ ഞടുങ്ങുവോ? ഇല്ല. കൂട്ടിക്കൊണ്ട് പോകുന്ന മാലാഖമാരെ കണ്ടാൽ ഞടുങ്ങുവോ? ഇല്ല. പിന്നെ എന്തായി ഞടുങ്ങിയത്? പ്രതീക്ഷിക്കാത്ത സാന്നിധ്യങ്ങളാണ് അവർ കാണുന്നത്. ഈശോ പറയുന്നില്ലേ മത്തായി 12:36 വാക്യം, മനുഷ്യ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. വലിയ കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, സാത്താൻ സേവ, അങ്ങനെയുള്ള വലിയ പാപങ്ങൾ മാത്രം പ്രശ്നമുള്ളതല്ല. ഈശോ പറഞ്ഞ് നമുക്കറിയാം, ഫോഷ വിഡ്ഢി എന്ന് വിളിക്കുന്ന പോലും, ആസക്തിയുടെ ഒരു നോട്ടം പോലും, അതേന്നിടത്ത് അല്ല എന്ന് പറഞ്ഞ് നുണ പറയുന്നത് കുഞ്ഞു കാര്യങ്ങൾ പോലും. നമ്മൾ ധ്യാനത്തിനൊക്കെ പങ്കുവെക്കാനുള്ള വചനഭാഗമാണ് പഴയ നിയമ സക്കറിയയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പ്രധാന പുരോഹിതൻ ജോഷുവയുടെ പക്കൽ സാത്താൻ കുറ്റം ആരോപിക്കാൻ വേണ്ടി നിൽക്കുന്നു. അതിൻ്റെ കാരണം അവസാനം പറഞ്ഞു വരുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളുണ്ട്, എന്ത് പാപങ്ങൾ, അതെന്താണെന്ന് എന്നോട് വായിക്കുമ്പോൾ കാണാം. അവിടെ പറയുന്നുണ്ട് 6-7 വാക്യങ്ങൾ വരുമ്പോൾ കാണാം, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ നീ എൻ്റെ ഭവനത്തിൻ്റെ ചുമതല നിർവഹിക്കും. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഏതോ നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ ഈ ജോഷുവ പ്രധാന പുരോഹിതൻ
നമ്മുടെ മാർപ്പാപ്പയെ പോലെയുള്ള ആളാണ്. എവിടെയോ ചില കാര്യങ്ങളിൽ ഇച്ചിരി അശ്രദ്ധ വരുത്തി അവഗണന കാണിച്ചു. എന്നിട്ട് ദൈവം സക്കറിയ പ്രവാചകന് ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. സാത്താൻ കുറ്റം ആരോപിക്കാൻ വേണ്ടി അടുത്ത് നിൽക്കുന്നു യഹൂദയുടെ മാർപ്പാപ്പയായ യോശുവയുടെ പക്കൽ. നിസ്സാരമായ ഒരു മാർപ്പാപ്പയെ പോലെയുള്ള ഒരു വ്യക്തിക്ക് കൊലപാതകം ചെയ്യാനും വ്യഭിചാരം ചെയ്യാനും സാത്താൻ്റെ സേവയ്ക്ക് പോകാനൊന്നും പറ്റത്തില്ല. സാഹചര്യം കൊണ്ട് സാധ്യതയില്ല. മാർപ്പാപ്പയ്ക്ക് പോയി എന്തെങ്കിലും ഇത് കാണിക്കാൻ പറ്റുമോ? അതുപോലെ സാഹചര്യം പ്രധാന പുരോഹിതൻ അങ്ങനെയാണ്. അപ്പോൾ കുഞ്ഞ് മനസ്സുകൊണ്ട് ഉള്ളിലേക്ക് ചെറിയ ചില നീരസങ്ങൾ, അമർഷങ്ങൾ, സുഖലോലുപത, പ്രാർത്ഥനയ്ക്കുള്ള അശ്രദ്ധ, ഇതൊക്കെ ഉള്ളൂ. അത്രയുമുള്ള മുഷിഞ്ഞ വസ്ത്രം, പാപത്തിൻ്റെ സാന്നിധ്യം പോലെ സാത്താനെ അവകാശം കൊടുത്ത് അടുത്ത് നിർത്തിയിരിക്കുന്നുവെന്ന് സക്കറിയ 3:1 മുതൽ വാക്യങ്ങളിൽ കിടപ്പുണ്ട്. വിശ്വസിക്കണേ വിശ്വസിക്കുക, എടുക്കണേ എടുക്കുക, അല്ല അവഗണിക്കണേ അവഗണിച്ചു. നിസ്സാര കാര്യം. സാത്താൻ അടുത്ത് നിൽക്കുന്നു. അവിടെ ദൈവം തമ്പുരാൻ ശാസിച്ച 2 പ്രാവശ്യം സാത്താൻ പോയില്ല. അവസാനം ദൈവം യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാലാക്കി കൊണ്ട് മാറ്റി. അപ്പോൾ സാത്താൻ പോകുന്നത് പാപം നീങ്ങാതെ പൈശാചിക ലോകം അവകാശം വിട്ടു പോവുകയാണെന്നർത്ഥം. അതാ പിന്നെ ഈശോ വന്നിട്ട് ലോകം മുഴുവൻ്റെ പാപം കുരിശിൽ ചോളി വഹിച്ചുകൊണ്ട് കുരിശിൽ ബലിയായി പാപപരിഹാര ബലിയായിട്ട് മാറി. അങ്ങനെ അപ്പോൾ ഇവിടെ ഭവിഷ്യനെ ഇതേക്കുറിച്ച് പറയുന്നു. ഭയാനകമായ മണിക്കൂർ തൻ്റെ പ്രവൃത്തികളെയും അതിൻ്റെ ദുരിതങ്ങളെയും നീക്കി കാണേണ്ടുന്ന അവസ്ഥ. ഒന്നുപോലും നഷ്ടപ്പെടാതെ അതെല്ലാം ഈ സമയം നമ്മെ അനുഗമിക്കും. സ്നേഹമുള്ളവരെ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കാനൊന്നും എളുപ്പമല്ല. ഈ ഗബ്രിയേലി അമോർത്തച്ഛൻ റോമാരൂപതയുടെ എക്സോസിസ്റ്റ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയും, ഏറ്റവും ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളത് പൈശാചിക അവസ്ഥയിൽപ്പെട്ടവർക്കാണ്. ഏറ്റവും പ്രാർത്ഥിക്കാൻ പറ്റാത്തതും അവർ തന്നെയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുകയില്ലാത്ത അവസ്ഥയാണ് അവർക്ക്. ഏറ്റവും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളതും അവർ തന്നെയാണ്. ഇതാണ് ദയനീയാവസ്ഥ. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യം അറിയാനായിട്ട് നോക്കുമ്പം നല്ല ചാർജുള്ള മൊബൈൽ ഫോൺ വർക്കിംഗ് കണ്ടീഷനിൽ നല്ല വൈഫൈ കണക്ഷനുമുണ്ട്. നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് അപ്പം തന്നെ വിവരം കിട്ടും. എന്നാൽ മൊബൈൽ ഫോണിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എത്ര മാറി കേടായി മോശമായി പോകുന്നു, വൈഫൈ കണക്ഷൻ എത്ര അകലേക്ക് പോകുന്നു, അതനുസരിച്ച് ആ മൊബൈൽ ഫോൺ ഇവിടെ കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു പോകും. ഉദാഹരണം മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ വൈഫൈ കണക്ഷനുണ്ട്, നമ്മുടെ ഒരു നല്ല ഫോണുമുണ്ട്, ഫുൾ ചാർജുമുണ്ട്, നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, കറണ്ടുമുണ്ട്. അങ്ങനെ ചാർജ് ചെയ്ത് നല്ല വൈഫൈ കണക്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം എല്ലാം എടുത്ത് കാണാൻ പറ്റും. നമ്മളെന്നാൽ പുറത്തേക്ക് ഇറങ്ങി പറമ്പിക്കൂടെ കാട്ടിക്കൂടെ മലയിലോട്ട് കയറി പോവുകയാണ്. ഫോൺ ചാർജ് ചെയ്യാൻ മാർഗ്ഗമില്ല. ചാർജ് കുറഞ്ഞ് തീരുന്നു. വൈഫൈ അവിടെ തീരെ കിട്ടുന്നില്ല, റേഞ്ചുമില്ല, ഫോണിൻ്റെ ചാർജും തീരുന്നു. അതിനിടയ്ക്ക് ഫോൺ വെള്ളത്തിൽ പോയി, മഴ നനഞ്ഞു, നിരത്ത് വീണു, ഷോക്കേറ്റു, ഓണാകുന്നില്ല. അങ്ങനത്തെ അവസ്ഥ. തട്ടിമുട്ടി അല്പം ഒന്ന് ഓണാകും, ചാർജ് ഇച്ചിരേ ഉള്ളൂ, റേഞ്ച് ഇടയ്ക്ക് വന്നും പോയും. അങ്ങനെയുള്ള ഫോണും കൊണ്ട് ആ മലമ്പ കാട്ടിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക? ആ വ്യക്തിക്ക് വഴി അറിയത്തില്ല, സഹായം അത്യാവശ്യം വേണം, ഏറ്റവും അത്യാവശ്യം അവസ്ഥയിലാണ്. പക്ഷെ വൈഫൈയും കിട്ടുന്നില്ല, ഫോൺ വർക്കും ചെയ്യുന്നില്ല, അറ്റപ്പറ്റേ ഉള്ളൂ, ഞെരുങ്ങുകയാണ്. കണ്ടോ? അപ്പോൾ ഏറ്റവും സഹായം ആവശ്യമുള്ള അവസ്ഥയിലാണ് ഏറ്റവും സഹായം സ്വീകരിക്കാൻ മേലാത്ത അവസ്ഥ വരുന്നത്. നമ്മൾ തമ്പുരാനോട് ചേർന്ന് കുദാശ ജീവിതത്തിൽ ആഴപ്പെട്ട് ശക്തിയെടുത്ത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പം നമ്മുടെ ജീവിതമാകുന്ന മൊബൈൽ ഫോണുകൾ ഫുള്ളി ചാർജും ഫങ്ഷനിങ്ങുമാണ്. വൈഫൈ കണക്ഷനിലാണ്. നമുക്ക് ദൈവത്തിൻ്റെ കൃപകളെല്ലാം സ്വീകരിക്കാൻ എളുപ്പമാണ്. എന്നാൽ പാപത്തിലേക്ക് ഇറങ്ങി കുദാശയില്ല, കുമ്പസാരമില്ല, പ്രാർത്ഥനയില്ല, അങ്ങനെ മലയിലേക്ക് പോകുന്നു, സ്വന്തം ജീവിതം മെച്ചപ്പെടുന്നില്ല, പ്രാർത്ഥനയിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുന്നില്ല. അപ്പം നമ്മുടെ ജീവിതമാകുന്ന ഫോണ് വല്ലാണ്ടായി, വെള്ളത്തിൽ വീണു, തട്ടുമുട്ടും, ഓണാകുന്നില്ല, പ്രാർത്ഥന വഴി ചാർജ് ചെയ്യുന്നില്ല. അങ്ങനെ അവസ്ഥയിൽ തമ്പുരാൻ്റെ വൈഫൈ കണക്ഷൻ കിട്ടുന്നില്ല, ദൈവവുമായി ബന്ധമില്ല. അതാണ് പൈശാചിക അവസ്ഥയ്ക്ക് ഇടയാകുന്ന വ്യക്തി. ആ വ്യക്തിക്കാണ് ഏറ്റവും സഹായം ആവശ്യം. ആ വ്യക്തിക്കാണ് ഏറ്റവും ഈ ഡൗൺലോഡിങ് പറ്റാതെ വരുന്നത്. കാര്യങ്ങൾ തിരിയുന്നുണ്ട്. ഉദാഹരണം പെട്ടെന്ന് വന്ന് പറയുന്നേ ഉള്ളൂ. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ ഓരോ അവസരം അവഗണിച്ച് ആത്മീയ സഹായം ഉപേക്ഷിച്ച് പോകും തോറും നമ്മുടെ ഡൗൺലോഡിങ് കപ്പാസിറ്റി കുറയും, നമ്മുടെ ചാർജും കുറയും. നമ്മൾ പറഞ്ഞില്ലേ, പൗശ്ചേന ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നല്ല ഓട്ടയില്ലാത്ത പാത്രം കൊണ്ട് വെള്ളം കോരി ഒഴിക്കുന്ന പോലെയാണ്. എത്ര വെള്ളത്തിലേക്ക് താത്തി കോരിയെടുത്തോ ആ പാത്രം നിറയെ വെള്ളം ഇപ്പുറത്തേക്ക് ഒഴിക്കുന്നത്. ഒരു ചോർച്ചയില്ല, ഒരു ഓട്ടയില്ല. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കൃപ കിട്ടും, കരുത്ത് നിറയും. ദൈവത്തോട് ചേർന്ന് പോകുന്നവർ
അപ്പോൾ ആ ചേർച്ച മാറ്റി വെച്ചിട്ട്, എനിക്കിത് പറഞ്ഞിട്ട് തൃപ്തി ആകുന്നില്ല സഹോദരങ്ങളെ, ക്ഷമിക്കുക. ഈ ചേർച്ച ഒഴിവാക്കിയിട്ട് കുമ്പസാരിക്കുന്നില്ല, വെറും വിദേശം മാറ്റുന്നില്ല, ആസക്തിയിൽ അശുദ്ധിയുടെ പുറകെ പോകുന്നു, വെറും പിണക്കമായിട്ട് കഴിയുന്നു. അങ്ങനെ പോകുന്ന വ്യക്തിയുടെ ജീവിതമാകുന്ന, ഹൃദയമാകുന്ന ഫോണ് ചാർജ് തീർന്ന് വെള്ളത്തിൽ നനഞ്ഞിട്ട് ഓണാകുക പോലും ചെയ്യാത്ത അവസ്ഥയിലാണ്. പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നേ ഇല്ല. ചിലപ്പോൾ ഇച്ചിരി ഒന്ന് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ, അറ്റപ്പറ്റേ. അങ്ങനെയുള്ള വ്യക്തിക്ക് ദൈവത്തോട് ബന്ധപ്പെടാൻ തീരെ പറ്റുകയില്ല, കിട്ടുകയില്ല. ആ വ്യക്തിയെ തിന്മയ്ക്ക് കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇത് ദൗർഭാഗ്യ അവസ്ഥ. അപ്പോൾ ഇതേപ്പറ്റി ഫസ്റ്റ് വീണ്ടും എഴുതുകയാണ്, ഇപ്രകാരമുള്ള ഭീതിജനകമായ കാര്യങ്ങൾ വിവരിക്കാൻ എനിക്ക് ഉപമകളോ വാക്കുകളോ ഇല്ല. ഈ ആത്മാവ് നശിച്ചുപോയ ആത്മാവ് എനിക്ക് തോന്നുന്നില്ലെങ്കിലും അതിൻ്റെ പീഡനങ്ങളും നരകയാതനകളൊന്നും വിഭിന്നമല്ല. ഒരു വ്യത്യാസം മാത്രം, ഒരു ദിവസത്തിന് അവസാനം ഉണ്ടാകും. നരകത്തിൽ പോയിട്ടില്ല, ശുദ്ധീകര അവസ്ഥയുടെ വക്കലാണ്. ഇവിടുന്ന് ഭൂമിയുടെ ജീവിതം തീരുന്നു, ശുദ്ധീകര അവസ്ഥയിലേക്ക് ഇങ്ങനെ കിടന്ന് പൊരുന്ന അവസ്ഥ ഈ പറയുന്നത്. 28-ാം നമ്പർ പറയാണ്, പിന്നീട് എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല, ഉറക്കം വരുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ കണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സ് തളർന്നു പോയി, ഉറക്കം പിന്നെ പറ്റുന്നില്ല. ഓ മനുഷ്യാത്മാക്കളെ, എത്ര താമസിച്ചാണ് നിങ്ങൾ സത്യം അറിയുന്നത്? ഓ മനുഷ്യാത്മാക്കളെ, എത്ര താമസിച്ചാണ് നിങ്ങൾ സത്യം അറിയുന്നത്? അവശ്യം നൊമ്പരത്തോടെ കരഞ്ഞുകൊണ്ടെന്ന പോലെ പറയുകയാണ്. മറുവശം പറയണം, ഓ ദൈവകരുണയുടെ ആഴമേ, ലോകം മുഴുവൻ്റെ മേലും അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള പോലെ എത്രയും വേഗം അങ്ങ് കരുണ വർഷിക്കണമേ എന്ന് പറഞ്ഞ പക്ഷേ പ്രാർത്ഥിക്കുകയാണ്. ശരിക്കുമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ ബാഹ്യമേ കണ്ടും കേട്ടൊക്കെ നമ്മൾ നീങ്ങുമ്പോൾ ഒപ്പം നമുക്ക് ചുറ്റും ഇങ്ങനെ അരൂപിയുടെ ലോകം യഥാർത്ഥമായിട്ടും ഉണ്ട്. പൈശാചികമായ സാന്നിധ്യങ്ങളും അവയുടെ ആക്രമണ പരിശ്രമങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ എത്രയോ അവസരങ്ങൾ സ്നേഹമുള്ളവരെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയാൻ പോലും നമുക്കൊരു വേദികളില്ല, പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് സ്വീകാര്യമല്ല. പിന്നെ അവസാനം വന്ന് ഇതുപോലത്തെ നിസ്സഹായ അവസ്ഥയിൽ പെട്ട് കഴിയുമ്പോഴായിരിക്കും ആൾക്കാർ ഞടുങ്ങാൻ പോകുന്നത്. അത് പൗഷ്ട്യനെ എവിടെ കാറുന്ന അതാണ്. എത്ര താമസിച്ചാണ് നിങ്ങൾ സത്യം അറിയുന്നത്, എത്ര താമസിച്ചായി സത്യം നിങ്ങൾ അറിയുന്നത് എന്ന് പറഞ്ഞ് ഭവിഷ്യത്തെ കണ്ട കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പൈശാചികമായ അരൂപികൾക്ക് നാരകീയ ലോകത്തിന് അവകാശം കൊടുക്കുന്നതായ ഒരു നിമിഷം പോലും ഉണ്ടാകാതെ ജാഗ്രത എടുക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടായിപ്പോയാൽ അത് അനുദപിച്ചേറ്റ് പറഞ്ഞ് കുമ്പസാരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ആശീർവാദം മേടിച്ച് അതിനെ കെട്ടുപൊട്ടിച്ച് കളയണം. ഈശോയുടെ തിരിച്ചവരോട് കഴുകി അതിനെ ദൂരീകരിക്കണം. കഴുകി മാറ്റാതെ ഒളിച്ച് വെച്ചിരിക്കുന്ന, മറച്ച് വെച്ചിരിക്കുന്ന, മൂടി വെച്ചിരിക്കുന്ന ഒന്നും ചുമ്മാ പോവുകയല്ല. ജെറമ്യായുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യം പറയല്ലേ, എത്രയേറെ കാരവും താളിയും തേച്ച് കുളിച്ചാലും നിന്റെ അഴുക്ക് പോവുകയല്ല. എത്രയേറെ കാരവും താളിയും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ പോവുകയല്ല. അത് കളയാൻ പറ്റിയ ഏക വസ്തു, ഏക കാര്യം ഈശോയുടെ തിരുരക്തമാണ്. ഈശോയുടെ തിരുരക്തം, ജൂലൈ മാസം തിരുരക്തം സമർപ്പിത മാസമാണ്. തിരുരക്തം, യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെടുന്ന അനുഭവമാണ് കുരിശിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിലൊക്കെ കുരിശടയാളം വരച്ച് കഴിയുമ്പോൾ ആ വെള്ളം കുടിക്കാൻ നോക്കുന്ന പൈശാചിക അരൂപിയുള്ള വ്യക്തികൾ വിളിച്ച് കാറും തുപ്പിക്കൊണ്ട് ചോരയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രവാസിയോട് പറഞ്ഞിട്ടുണ്ട്. അനുഭവങ്ങൾ എപ്പോഴും കാണുന്നതാണ്. ഒരു കുരിശ് വരച്ച വെള്ളം അത് ചോരയാണെന്നാണ് പൈശാചി വിളിച്ച് പറയുന്നത്. കുരിശ് വരയ്ക്കുമ്പോൾ ചോരയാകുന്നുണ്ട്, അത് തിരിച്ചോരയാന്ന് നമുക്കറിയാം. ഹോളി വാട്ടർ ഇങ്ങനത്തെ അവസ്ഥയുള്ള കുടിക്കാൻ കൊടുത്താൽ ഒരു തുപ്പും കുടിക്കുകയല്ല, ചോരയാന്ന് പറയും. അപ്പോൾ ഈശോയുടെ തിരുരക്തം കുരിശ് വരച്ച് ഒരാശീർവാദം നമുക്ക് കിട്ടുമ്പോൾ തിരുരക്തത്തെ നമ്മൾ കഴുകപ്പെടുകയാണ്. കുമ്പസാരത്തിൻ്റെ ആശീർവാദം. കുമ്പസാരത്തിൽ ഏറ്റു പറയണം, നമുക്ക് തന്നെയും ഈ കരുണക്കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ അങ്ങനെ നമ്മൾ എടുക്കണം. നമ്മളത് ആരോഗ്യവും ബുദ്ധിക്ക് കരുത്തും തെളിച്ചവും വ്യക്തതയും ഒക്കെ ഉള്ളപ്പം ഇത് ചെയ്യണ സ്നേഹമുള്ളവരെ. ഒരു രോഗം വന്ന് നമുക്കൊരു തലവേദന വന്നൊരു പല്ലുവേദന വന്നാൽ പോലും കൊന്തയും കരുണക്കൊന്തയും എല്ലാം തീരുന്നവരാണ് നമ്മൾ. ശരിയല്ലേ? ഇച്ചിരി തലവേദന വയറ്റുവേദന നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയല്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. നല്ല ആരോഗ്യം ഉള്ളപ്പോഴേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ.
അല്ല അത് പ്രാർത്ഥന സാധിക്കാത്ത അവസ്ഥ വരും. അപ്പം ഇങ്ങനെ തിന്മയുടെ അവസ്ഥയെ നീങ്ങി പോയിച്ചിട്ട് മരണാസന്ന അവസ്ഥ വന്നു കഴിയുമ്പം ഇതിനെല്ലാം കൂടെ ഭീകരമായ അവസ്ഥ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ആ സമയത്തൊന്നും നൊന്ത് പ്രാർത്ഥിക്കേണ്ട കരുണക്കൊന്ത ഏതായാലും നമുക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞത് ഓരോ കാട്ടിലും പ്രദേശം മലമുകളിലുള്ള വ്യക്തിയുടെ ഫോണ് തട്ടിമുട്ടിയാൽ ഒന്ന് അല്പം ഓണാകും, പിന്നെ ഓഫാകും, റേഞ്ചുമില്ല, ചാർജും ഇല്ലാത്ത അവസ്ഥ വെച്ചോണ്ട് എന്നെ കാണിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ മരണാസന്ന അവസ്ഥയിൽ പല വ്യക്തികളുടെയും ആന്തരിക അവസ്ഥ. വർഷകമുള്ളവരെ നമ്മൾ എന്തെങ്കിലും വീഴ്ചകളും പറയുമ്പോൾ അതൊക്കെ അറിഞ്ഞ് പേടിച്ച് വിഷമിച്ചോ അല്ല, നമ്മൾ കരുണയിലേക്ക് പ്രത്യാശരം വന്നുകൊണ്ട് ഏറ്റുപറഞ്ഞ് മാപ്പ് വെച്ച് ക്ലിയർ ആക്കുക എന്നുള്ള ഒന്ന്. പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടിയും കൂടുതലൊക്കെ വേണ്ടി എടുക്കുക എന്നുള്ളതും. ഞാൻ പറഞ്ഞു, ഇത് ജൂലൈ മാസമാണ്, ഈശോയുടെ തിരുരക്തത്തിൻ്റെ മാസം. ഫൗസ്റ്റീന ഡയറിയിൽ 1189 നമ്പറിൽ ഫൗസ്റ്റീന വളരെ രോഗാവസ്ഥയെപ്പെടുന്നതിനെക്കുറിച്ച് ഒരു അനുഭവം പറയുന്നുണ്ട്. ഏപ്രിൽ 11 ഞാൻ രോഗബാധിതയായി തീർത്ത് രോഗിണിയായി, എൻ്റെ ആരോഗ്യം വഷളായി, ചുമ കഠിനമായി പീഡിപ്പിച്ചു. കുറച്ച് തവണ കൂടി ചുമച്ചാൽ അതെൻ്റെ അവസാനമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഏപ്രിൽ 11 ഞായറാഴ്ച. പിന്നെ 14 ഞാൻ വളരെ അവശതയിലായിരുന്നു. കുർബാനയെ സംബന്ധിക്കാൻ തീരെ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ കഷ്ടിച്ചൊന്ന് സംബന്ധിച്ചു. വലിവും ശ്വാസകോശങ്ങളിൽ കിലികില ശബ്ദവും അസാധാരണമായ വേദനയും എനിക്കുണ്ടായി. അങ്ങനെ വല്ലാണ്ട് ഞെരുങ്ങാണ് വേദന കൊണ്ട്, രോഗാവസ്ഥ കൊണ്ട്. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, ദൈവികാരനെ സ്വീകരിച്ചപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലാൻ ശക്തമായ ഉൾപ്രേരണയുണ്ടായി. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങി: ഈശോയെ, അങ്ങയുടെ പരിശുദ്ധവും ജീവദായകവുമായ രക്തം എൻ്റെ രോഗബാധിതമായ അവയവങ്ങളിൽ പ്രവഹിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധവും ജീവദായകവുമായ രക്തം എൻ്റെ രോഗബാധിതമായ അവയവങ്ങളിൽ പ്രവഹിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധവും ആരോഗ്യ സന്തോഷമായ ശരീരം എൻ്റെ ബലഹീനമായ ശരീരത്തെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്ന പെട്ടെന്ന് എന്തോ ഒന്ന് എൻ്റെ ശരീരം മുഴുവനും പിടിച്ചു കുലുക്കുന്നത് പോലെ തോന്നി. ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ പൂർണ്ണ സുഖം പ്രാപിച്ചു. ശ്വാസകോശങ്ങൾക്ക് യാതൊരു അസ്വസ്ഥമില്ലാത്ത പോലെ ശ്വാസം നേരെയായി. എനിക്ക് യാതൊരു വേദനയും പിന്നെ അനുഭവപ്പെട്ടില്ല. ഒരടയാളമായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും തന്നിലേക്ക് ഫൗസ്റ്റീന ഇങ്ങനെ പ്രാർത്ഥന വഴിയെടുത്തു. കുർബാന സ്വീകരണം കഴിഞ്ഞ് പെട്ടെന്ന് പ്രേരണ കിട്ടിയതാ അങ്ങനെ പ്രാർത്ഥിക്കാൻ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധവും ജീവദായകവുമായ രക്തം എൻ്റെ രോഗബാധ്യമായ അവയവങ്ങൾ പ്രവഹിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ ഡയറിയുടെ 84 നമ്പറിൽ കരുണയുടെ ഒരു സുഹൃതജപം ഈശോ നൽകിയിരിക്കുന്ന ഫൗസ്റ്റീന പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചൊല്ലുന്നതായിരിക്കും. 84 നമ്പറിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: ഓ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. തിരുരക്തത്തുള്ള പ്രാർത്ഥന നമുക്കറിയാം, നമ്മൾ ചെല്ലുന്നതാണ്. ഏറ്റവും അമൂല്യമായ ഈശോയുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ ലോകം മുഴുവൻ രക്ഷിക്കണമേ. അത് പ്രത്യാശയുടെ പ്രാർത്ഥനയാണ്. അപ്പം ഇങ്ങനെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സാന്നിധ്യം, സഹായം, സുഹൃദേവങ്ങൾ വഴി എടുക്കുന്നതിൻ്റെ കരുത്ത് ഫൗസ്റ്റീന പങ്കുവെക്കണം. ഞാനത് എടുത്ത് പറയാൻ കാരണം ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിൻ്റെ മാസമാണ്. അപ്പം അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ ഒരു സുഹൃദേവം മറ്റൊരു ഫൗസ്റ്റീന വഴി ഈശോ പറയുന്നുണ്ട്. 33 പ്രാവശ്യം ഈ സുഹൃദേവം ചൊല്ലി പ്രാർത്ഥിച്ചേ. അപ്പോൾ അവിടെ പ്രകടമായ മാറ്റം, മാനസത്തിന് മാറ്റം ഉണ്ടാവും. ഫൗസ്റ്റീന ശരീരത്തിൻ്റെ രോഗാവസ്ഥയ്ക്ക് വേണ്ടി ഈശോ തിരുരക്തം തൻ്റെ സിറകളിലേക്ക് ഒഴുകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരീര സൗഖ്യം പോലെ ഉണ്ടായ കാര്യം ഫൗസ്റ്റീന പങ്കുവച്ചിരിക്കുകയാണ്. നമ്മളും അങ്ങനെയും പ്രാർത്ഥിക്കണം. ജപമാലയും കരുണക്കൊന്തയൊക്കെ ചൊല്ലുന്നതിനൊപ്പം ഇതും ഫൗസ്റ്റീന വഴിയുള്ള ഈ നാളുകളിലെ ഈ അവസാന കാലഘട്ടത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് കരുണക്കൊന്തയുടെ തന്നെ ചെറിയൊരു ഫോമ നമുക്കറിയാം. കരുണക്കൊന്തയും കരുണയുടെ നവനാളും ഈശോയുടെ കരുണയുടെ ചിത്രവും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് ഈ കരുണയുടെ സുഹൃതജപം. കരുണയുടെ സുഹൃതജപം അത് 33 പ്രാവശ്യം ചൊല്ലി ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാനസത്തിന് കൃപ കൊടുക്കുമെന്ന് ഈശ്വര വാഗ്ദാനം കിടപ്പുണ്ട്. അങ്ങനെ നമുക്ക് ചൊല്ലി പരിശ്രമിക്കണം. ഫോർമലായുള്ള കൊന്ത ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള സമയത്തൊക്കെ ഈ സുഹൃതയും ആവർത്തിച്ച് ചൊല്ലിക്കുകയും ഞാനതിൻ്റെ അനുഭവം ഫലം അറിയുന്ന വ്യക്തിയാണ്.
അനുഭവത്തിൽ രാത്രിയിലൊക്കെ നമ്മൾ കിടക്കുകയൊക്കെ ചെയ്യും. വെറുതെ കിടക്കുമ്പോഴും ഉറക്കം തെളിയുമ്പോഴും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനിങ്ങ് ശരണപ്പെടുന്നു, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ. ഇവിടെ കൂടി ചേർക്കാം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.